ربنا تمم بالخير والسعادة إنك على كل شيء قدير. اللهم اغفر لنا وارحمنا ولوالدنا ولمصنف هذا الكتاب ولمن أوصانا ولمن استوصانا يا أرحم الراحمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. صدق الله العلي العظيم. ألا كل شيء ما خلا الله باطل وكل نعيم لا محالة زائل. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. സഹോദരന്മാരെ, പരിശുദ്ധ ഹദീസിൻ്റെ ക്ലാസ് കേട്ടിരിക്കുന്ന ഈ മഹനീയമായ സദസ്സ് മറ്റൊരു വിഷയത്തിലേക്കാണ്. എന്നാൽ ഹദീസും ഖുർആനുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും അല്പസ്വല്പമൊക്കെ വ്യത്യാസമുള്ളതുമായ മറ്റൊരു വിഷയത്തിലേക്ക്, അഥവാ നമ്മുടെ അഖീദയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഹക്കായ കാര്യങ്ങൾ പറയാനും അത് കേൾക്കാനും ഉൾക്കൊള്ളാനും ജീവിക്കാനും ഒക്കെ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നിരുന്നത് അഖീദ പഠിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിൻ്റെ അള്ളാഹുവിനെയും അവൻ്റെ സിഫത്തുകളെയും പ്രവാചകന്മാർക്ക് നിർബന്ധമായതും പാടില്ലാത്തതും ജായിസായതും അതായിരിക്കുന്ന സിഫത്തുകളൊക്കെ എങ്ങനെ അറിയണം എന്നാണ് നമ്മൾ പഠിച്ചത്. തെളിവ് സഹിതം അറിയണം. തെളിവില്ലാതെ ഒരാൾ ശരിയാ നിലക്ക് തന്നെ വിശ്വസിച്ചാൽ അവൻ്റെ ഈമാൻ ശരിയാകുമെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ളവനാണ് ഉണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനാകും എന്നുള്ളതാണ്. തെളിവ് സഹിതം ഒട്ടകത്തെ മേച്ച് നടക്കുന്ന ഒരാളോട് നിന്റെ റബ്ബിനെ നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ആ സാധാരണക്കാരനായ ആ മനുഷ്യൻ്റെ സ്വാഭാവികമായ ബുദ്ധി പോലും പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താണിത്? അതെ, എന്താ? ഒട്ടകത്തിൻ്റെ കാഷ്ടം എന്ത് ചെയ്യുന്നതാണ്? ഒട്ടകത്തിന് മേൽ അറിയിക്കുന്നുണ്ട്. ഒട്ടകത്തിൻ്റെ കാഷ്ടം ഒട്ടകത്തിന് മേൽ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാലടയാളം ഒരാൾ നടന്നിട്ടുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. അപ്പോൾ വിശാലമായ ആകാശവും വിവിധ ഊടുവഴികളുള്ളതായിരിക്കുന്ന ഭൂമിയും ഒക്കെ തന്നെ ഒരു സൃഷ്ടാവായ ഒരു ശക്തിയുടെ മേൽ അറിയിക്കുന്നുണ്ട് എന്നാണ് ആ സാധാരണക്കാരനായ ആ അറബി പറഞ്ഞിരിക്കുന്നത്, ഇടയനായ അറബി. ഈ ഒരു തെളിവെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഇത്തരമൊരു തെളിവ്, ഈ ഒരു തെളിവില്ലാത്തവനാണ് കുറ്റക്കാരനാകുമെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഈ രൂപത്തിലൊരു തെളിവ് പറയാതെ അന്ധമായ നിലയ്ക്ക് അവ ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തിയായിട്ട് പോലും അവ ചിന്തിക്കാതെ ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് വിശ്വസിച്ച് പോരുന്നു എന്ന് മാത്രം. അവൻ്റെ ഈമാൻ ശരിയാവില്ല എന്ന് പറയുന്നില്ല. കാരണം എന്തുകൊണ്ട്? അവൻ വിശ്വസിച്ചതൊക്കെ ശരി തന്നെയാണ്. അല്ലാഹു തആല ആലിമാണ്, അല്ലാഹു തആല കഴിവുള്ളവനാണ്, അല്ലാഹു തആല അവന് ഉദ്ദേശമുണ്ട്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, സംസാരിക്കുന്നവനാണ്, അവന് എല്ലാം തന്നെ ഉദ്ദേശിക്കുന്നവനാണ് തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വിശ്വസിച്ചതൊക്കെ സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷേ തെളിവുകൾ മൊത്തത്തിൽ അവന് മനസ്സിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ അവൻ ഈമാൻ ശരിയാകും എങ്കിൽ പോലും അവന് കുറ്റമുണ്ട് എന്നുള്ളതാണ്. ആ വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ തഖ്ലീദുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ മുന്നേ പറഞ്ഞതാണ് തഖ്ലീദ് പാടില്ല. തഖ്ലീദ് എന്ന് പറഞ്ഞതാണ് ഒരു തെളിവില്ല. അത് ഈ രൂപത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു തെളിവ് പോലും മനസ്സിലാക്കാതെ അന്ധമായ നിലക്ക് സമീഅത്തുന്നാസ യഖൂലൂന ഫഖുൽതു ബിഹി, ജനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഞാനും അങ്ങനെ പറഞ്ഞു. മനസ്സിലായില്ലേ? ജനങ്ങളൊക്കെ പറഞ്ഞത് കേട്ട് ഞാനും അങ്ങനെ പറഞ്ഞു. ഈ രൂപത്തിലുള്ള തഖ്ലീദ് പാടില്ല. ഏത് വിഷയത്തിൽ? അഖീദന്റെ വിഷയത്തിൽ അങ്ങനെ തഖ്ലീദ് പാടില്ല. ശാഖാപരമായ കർമ്മപരമായ വിഷയത്തിൽ ഫുറയ്യാത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരിട്ട് ഖുർആന്റെ വിധിവിലക്കുകൾ ഹദീസുകളിൽ നിന്നും അതുപോലെ തന്നെ ഖുർആനിൽ നിന്നും നിർദ്ധാരണം ചെയ്തെടുക്കാൻ സാധിക്കാത്തതിന് പേരിൽ അവിടെ നമുക്ക് തഖ്ലീദ് നിർബന്ധമാണ്. ഫുറയ്യാത്തിൽ കർമ്മപരമായ കാര്യത്തിൽ തഖ്ലീദ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നിർബന്ധമാണ്. ഇന്ന് അതേ ഉള്ളൂ. ഇന്ന് മുഖല്ലിദുകളല്ലാതെ മറ്റാരും ഇല്ല. ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കർമ്മപരമായ വിഷയത്തിൽ തഖ്ലീദ് നിർബന്ധമാണെങ്കിലും വിശ്വാസപരമായ കാര്യത്തിൽ തഖ്ലീദ് പാടില്ല എന്നുള്ളതാണ്. നോക്കുക, വൈലാ വുജൂബിൽ മാരിഫത്തി, അറിയൽ, തെളിവ് സഹിതം അറിയൽ നിർബന്ധമാണ് എന്നതിലേക്കാണ്. വഅദ്മിൽ ഇക്തിഫാഇ ബിത്തഖ്ലീദി, തഖ്ലീദ് മതിയാവില്ല എന്നുള്ളതിലേക്കാണ്. അങ്ങനെ വൈലാ വുജൂബിൽ മാരിഫത്തി, അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും അവർക്ക് നിർബന്ധമായതും അതുപോലെ തന്നെ അവർക്ക് പാടില്ലാത്തതും അവർക്ക് അനുവദനീയമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയൽ, തെളിവ് സഹിതം അറിയൽ നിർബന്ധമാണ് എന്നതിലേക്ക്, അഥവാ വാദിമിൽ ഇക്തിഫാഇ ബിത്തഖ്ലീദി, ഇത്തരം വിഷയം തെളിവില്ലാതെ അന്ധമായിട്ട് അങ്ങനെ വിശ്വസിച്ചാൽ മാത്രം പോരാ എന്നുള്ളതിലേക്കാണ് ദഹബ പോയിരിക്കുന്നത് ജുംഹൂർ അഹ്ലിൽ ഇൽമിന്റെ അഹ്ലുകാരിൽ നിന്ന് ബഹുഭൂരിപക്ഷം ആളുകളും പോയിരിക്കുന്നത് ഈ അഭിപ്രായത്തിലേക്കാണ്. മനസ്സിലായില്ലേ?
ഏത് പോരാ, തഖ്ലീദ് പോരാ. ഈ അറാബി മനസ്സിലാക്കിയത് പോലായിരിക്കുന്ന ഒരു ചുരുങ്ങിയ രൂപത്തിലുള്ള തെളിവ് പോലും ഇല്ലാതെ ജനങ്ങൾക്ക് പറഞ്ഞു കേട്ട് ഞാനും പറഞ്ഞു ഈ രൂപത്തിലുള്ള തഖ്ലീദ് മതിയാവില്ല, ഈ മൊത്തത്തിലുള്ളതായിരിക്കുന്ന തെളിവ് സഹിതമെങ്കിലും അറിവ് ഉണ്ടായിരിക്കുന്ന നിർബന്ധമാണ് എന്നതിലേക്കാണ് ഇൽമിന്റെ അഹ്ലുകാരിൽ നിന്ന്, അറിവുള്ളതായ ഉലമാക്കളിൽ നിന്ന് ബഹുഭൂരിപക്ഷം ആളുകളും പോയിരിക്കുന്നത്. അതായത് അവരാണ് ഇങ്ങനെയാണ് അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ആരൊക്കെയാണ് വലിയ വലിയ ഉലമാക്കള്? ഷെയ്ഖ് അബുൽ ഹസൻ അൽ അശ്അരി അല്ലേ, നമ്മുടെ അശ്അരി മദ്ഹബിന്റെ അതിന്റെ മുഅസ്സിസാണ്. ആ മദ്ഹബിനെ ഒരു രൂപത്തിലാക്കി അതിന് അടിത്തറ പാകിയ പ്രത്യേകമായ കായികകളും നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഒരു ശരിയായ രീതിയിൽ നബിയുടെയും അതുപോലെ തന്നെ സഹാബത്തിന്റെയും സലഫ് സാലിങ്ങളുടെയും വിശ്വാസ കാര്യങ്ങൾ ഒരു കോർവപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രന്ഥരൂപത്തിൽ അതിന് അടിത്തറ പാകിയതായിരിക്കുന്ന മഹാനായ വ്യക്തിയാണ് നമ്മുടെ അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാ അവർകൾ. അപ്പോൾ അവരൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തഖ്ലീദ് പോരാ, എന്ത് വേണം? ചുരുങ്ങിയ രൂപത്തിലുള്ളതായ ഒരു തെളിവെങ്കിലും ഓരോരുത്തരും മനസ്സിലാക്കണം, അത് നിർബന്ധമാണ്. ആ തെളിവ് അറിയാൻ നിർബന്ധമാണെന്നതാണ് അവരൊക്കെ പോയിരിക്കുന്നത്. അബുൽ ഹസൻ അശ്അരി ഇമാം മാലിക്കി മദ്ഹബുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞത്താണ് അബുൽ ഹസൻ ഉള്ളത്, മാലിക്കി മദ്ഹബാണ്. ബാഖിലാനി ഇമാം മാലിക്കി മദ്ഹബാണെന്നും അല്ല ഷാഫി മദ്ഹബാണെന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതലാട്ടെ, ഇനിയെന്താ അടുത്തത്? വൈല ഷെയ്ഖ് അബുൽ ഹസൻ അശ്അരി വൽ ഖാദി അബീ ബക്കർ അൽ ബാഖിലാനി, ഖാദി അബീ ബക്കർ അൽ ബാഖിലാനി റഹിമഹുല്ലാ തുടങ്ങിയ ആളുകളൊക്കെ. ഖാദി എന്നുള്ളത് അഖീദന്റെ വിഷയത്തിൽ ഖാദി എന്ന് പറഞ്ഞാൽ ആരാണ്? ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ ബാഖിലാനി റഹിമഹുള്ളയാണ്. അശ്അരി മദ്ഹബിലെ നെടും തൂണുകളാണ് ഇവരൊക്കെ. അശ്അരി മദ്ഹബിലെ മുഅസ്സിസാണ് ആരെന്ന് പറഞ്ഞപ്പോൾ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു, ഖാദി അബൂബക്കർ ബാഖിലാനി, അതുപോലെ തന്നെ ഇമാമുൽ ഹറമൈനി ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദാണ് ഹറമൈനി, അതായത് അബുൽ മആലി അൽ ജുവൈനി എന്ന് പറയുന്ന ജുവൈനി ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഇമാമുൽ ഹറമൈനി. 2 ഹറമിലും ദർസ് നടത്തി, അതിനോട് സഹവസിച്ചുകൊണ്ട് ദർസ് നടത്തി ഇൽമ പ്രചരിപ്പിച്ചു എന്നുള്ള പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ ഇമാമുൽ ഹറമൈനി, 2 ഹറമൈനിയുടെയും ഇമാം എന്ന് അറിയപ്പെടുന്നത്. ബഹുമാനപ്പെട്ടവരുടെ പേര് അൽ ജുവൈനി എന്നാണ്, അബുൽ മആലി അൽ ജുവൈനി. അപ്പം ഇമാം അൽ ഹറമൈനി, അതായത് അബു ഹമദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹിയുടെ ഉസ്താദാണ്. അപ്പോൾ ഇമാം ഹറമൈനി തങ്ങളും അബൂബക്കർ ബാഖിലാനി റഹിമഹുല്ലാ, ഇമാം അബുൽ ഹസൻ അശ്അരി തുടങ്ങിയതായിരിക്കുന്ന ഒരുപാട് വലിയ വലിയ ഇൽമിന്റെ ആളുകളൊക്കെ തന്നെ ഇങ്ങനെ അന്ധമായ തഖ്ലീദ് പോരാ, ഏത് വേണം? അഖീദന്റെ വിഷയത്തിൽ ഒരു മൊത്തത്തിലുള്ള തെളിവ് തന്നെയെങ്കിലും ഉണ്ടായിരിക്കുക നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. മാത്രമല്ല ഹക്കാഹു ഇബ്നുൽ ഖസാർ, ഇങ്ങനെ മാരിഫത്തുണ്ടാവൽ, അറിവുണ്ടാവൽ നിർബന്ധമാണ്, തെളിവ് സഹിതം അറിഞ്ഞിരിക്കുന്ന നിർബന്ധമാണ് എന്നുള്ളതിനെ ഉദ്ധരിച്ചിട്ടുണ്ട് ആര്? ഇബ്നുൽ ഖസാർ എന്ന്. അൽ മാലിക്കി അയ്ളൻ, ഇമാം മാലിക് റഹിമഹുല്ലാഹിനെ തൊട്ടുകൊണ്ടും. അപ്പം ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശേഷം വന്നവരാണ് അവർ, മുത്തകല്ലിമീങ്ങളിൽപ്പെട്ടവരല്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റഹിമഹുല്ലാ, ഇമാം അബു അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ, അബു ഹനീഫത്തുൽ കുഫി, മുത്തകല്ലിമീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരല്ല. അതുകൊണ്ടാണ് വേറെ പ്രത്യേകിച്ച് ഒന്ന് പറയാൻ കാരണം. അപ്പം ഇമാം മാലിക് എന്നവരെ തൊട്ടുകൊണ്ട് പറയുന്നു ഏത് നിർബന്ധമാണ് എന്ന്, തെളിവ് സഹിതം അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇനിയെന്താ? സുമ്മ ഇഖ്തലഫ, എന്നാൽ ഇവർ തന്നെ എന്ത് ചെയ്തു? ഈ പറയപ്പെട്ടതായിരിക്കുന്ന ആളുകൾ തന്നെ അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട്. സുമ്മ ഇഖ്തലഫ അൽ ജുംഹൂറു, ജുംഹൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ജുംഹൂർ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായത്? ജുംഹൂർ എന്ന് പറഞ്ഞാൽ ജുംഹൂർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത്? ജുംഹൂർ അടിക്ക് ജുംഹൂർ എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലായ ആളുകൾ ഒന്നടിക്ക്. ഇവിടെ ആരും ഇല്ല റൂമിൽ, ഒരു അനക്കും ഇല്ലല്ലോ കുറച്ചോനെ. ജുംഹൂർ ജുംഹൂർ എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകൾ എന്നാണ്, മനസ്സിലായില്ലേ? ജുംഹൂർ എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ഉലമാക്കൾ എന്നാണ്. ഭൂരിപക്ഷം എന്ന് അർത്ഥം ഉണ്ടല്ലോ ജുംഹൂർ, ജമാഹിർ എന്നൊക്കെ പറയും അതിന്റെ ബഹുവചനായിട്ട്. അപ്പം ഈ ജുംഹൂർ അഭിപ്രായ വ്യത്യാസത്തിൽ, അതായത് എന്ത് വേണമെന്ന് പറഞ്ഞവർ അഖീദന്റെ വിഷയത്തിൽ തെളിവ് സഹിതം അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞവർ തന്നെ അവരെന്താകുന്നു? അഭിപ്രായ വ്യത്യാസത്തിലായി. എന്താ അഭിപ്രായ വ്യത്യാസത്തിലായത്? അവര് ഫഖാല ബാദും, അവരും ചിലർ പറഞ്ഞു അൽ മുഖല്ലിദ് മുഅ്മിനുൻ, എന്നാൽ ഒരു തെളിവുമില്ലാതെ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ സിഫത്തുകളെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടവൻ. ആ കുറച്ച് വിശ്വാസം, നമ്മൾ സാധാരണക്കാരായിരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അവർ കുറച്ച് വിശ്വാസമുണ്ട് അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചൊക്കെ, പക്ഷെ അവർ മൂമിനാണ്. പക്ഷെ ഇല്ലാ അൻഹു ആസിൻ, അവൻ ദോഷിയാണ്. ബിതർക്കിൽ മാരിഫത്തി അല്ലത്തി യുൻതിജുഹ അൻ-നദറു സഹീഹു, തെളിവ് സഹിതം അറിയുക എന്നുള്ളതിനെ ഒഴിവാക്കിയത് കാരണമായി കുറ്റക്കാരനാണ്. അപ്പം മൂമിനാണ് എന്നുള്ളത് കൊണ്ട് അവന് കുറ്റമില്ല എന്ന അർത്ഥമില്ല. അതുപോലെ തന്നെ ഒരാൾ ദോഷിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ മൂമിനല്ല എന്നും അർത്ഥം വരില്ല. മൂമിനായിരിക്കെ തന്നെ ഒരാൾക്ക് ദോഷിയുമാകാം, ദോഷം ചെയ്തിരിക്കെ തന്നെ ഒരാൾക്ക് മൂമിനുമാവാം. നമുക്ക് അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള മുഅ്തസിലത്തിന്റെയോ അല്ലെങ്കിൽ ഖദരിയത്തിന്റെയോ ഒന്നും വാദങ്ങളൊന്നും നമുക്കില്ല. ഫഖാല ബഅദുഹും അൽ മുഖല്ലിദു, അവരിൽ അപ്പോൾ ഈ അൽ ഖായിലൂന ബി വുജൂബിൽ മാരിഫ, തെളിവ് സഹിതം അഖീദകൾ അറിയണം നിർബന്ധമാണെന്ന് പറഞ്ഞ ആളുകൾ ജുംഹൂറുകൾ അഭിപ്രായ വ്യത്യാസത്തിലായി. ഫഖാല ബഅദുഹും, അഥവാ അവരും ചിലർ പറഞ്ഞു അൽ മുഖല്ലിദ് മുഅ്മിനുൻ, മുഖല്ലിദ്
മുക്കലിദ് എന്ന് പറഞ്ഞാൽ തെളിവില്ലാതെ, ഒരു തെളിവ് മനസ്സിലാക്കാതെ, നേരത്തെ പറഞ്ഞ അറാബി മനസ്സിലാക്കിയതുപോലെയും മനസ്സിലാക്കാതെ ഉള്ളതുപോലെ സത്യത്തിനോട് യോജിച്ചുകൊണ്ട് തന്നെ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഉറപ്പുണ്ട്. അയാൾ മൂമിനാണ്, അയാൾ എന്തുകൊണ്ട് വിശ്വസകാര്യം സത്യത്തിനോട് യോജിക്കുന്നത് കൊണ്ട് അയാൾ സത്യവിശ്വാസിയാണ്. പക്ഷേ ഇല്ല അന്നു ആസിൻ, അയാൾ എന്താകുന്നു, ദോഷിയാകുന്നു. ബിതർക്കിൽ മാരിഫത്തി, ഈ തെളിവ് സഹിതം അറിയണം എന്നുള്ളതിനെ അറിയേണ്ടവനാണ് എന്നുള്ള ആ കാര്യം അയാൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് കുറ്റക്കാരനാകും. അല്ലത്തി എങ്ങളായിരിക്കുന്ന മാരിഫ, അറിവ്, യുന്തിജുഹാൻ നെഹ്റു സാഹിബ്, ശരിയായ ചിന്ത അതിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, ശരിക്കും ചിന്തിക്കണം, ശരിക്കും ചിന്തിക്കണം. പടച്ചവൻ, ഞാൻ എവിടെ നിന്ന് വന്ന്, ഞാൻ എവിടേക്ക് പോകുന്നു, ഈ പ്രപഞ്ചം എന്തിന്, ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ശക്തി ഇല്ലേ? അപ്പോൾ പിന്നെ നാമല്ല സൃഷ്ടിച്ചത്, നാമാണ് സൃഷ്ടിച്ചതെങ്കിൽ ഉറപ്പ് തന്നെയാണ് നാം ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും. ഇപ്പം നല്ല രൂപമല്ല എന്നുള്ളതല്ല, എല്ലാ സർവ്വ നല്ല ഗുണങ്ങളും ഒരുമിച്ച ഒരു വ്യക്തിയായിട്ടായിരിക്കും നാമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ, അല്ലേ? നാമല്ലല്ലോ സൃഷ്ടിക്കുന്നത്, നമ്മളെ സൃഷ്ടിക്കുന്നത് ഖാലിക്കായ അള്ളാഹു ആകുന്നു. അപ്പം നാമല്ല നമ്മെ സൃഷ്ടിച്ചത്, അപ്പം നമ്മെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇല്ലായ്മ എന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇല്ലായ്മ സൃഷ്ടിക്കാൻ ഒരു എന്താണ്, ഒരു ശക്തി വേണ്ടതുണ്ട്. ആ ശക്തിയുടെ പ്രവർത്തനങ്ങൾ, അവൻ്റെ ഉദ്ദേശങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു നോക്കുക. ഈ ഭൂമി, ഈ ആകാശങ്ങൾ, പർവ്വതങ്ങൾ, എന്തുകൊണ്ടാണ് ഭൂമിയിൽ മാത്രം ഇന്ന് സയൻസ് പരമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മറ്റ് ഗ്രഹങ്ങളിൽ ഇങ്ങനെ ജീവികളുള്ളതായിട്ട് അറിയപ്പെടുന്നില്ല, ഉണ്ടാവുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ ഭൂമിയിൽ മനുഷ്യന് ഇവിടെ വസിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ വിഭവങ്ങളും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഭൂമിയിലേക്ക് ദിവസവും ഉദിച്ചുകൊണ്ടിരിക്കുന്ന, പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സൂര്യൻ അതൊരു നിശ്ചിത ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ നിശ്ചിത ദൂരത്ത് നിന്ന് അല്പം അകലുകയോ അതല്ലെങ്കിൽ അല്പം അടുക്കുകയോ ചെയ്താൽ ഭൂമിയിൽ ജീവിതം ദുസ്സഹമാവും. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ, ഈ ഭൂമിയുടെ ആകർഷണം, ആ ആകർഷണം ഇപ്പോഴുള്ള ആകർഷണത്തെക്കാൾ അല്പം കൂടുകയോ അല്പം കുറയുകയോ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? വെള്ളത്തിൽ മുങ്ങിയതുപോലെ ഇരിക്കും, അല്ലേ? വെള്ളത്തിൽ മുങ്ങിയതുപോലെ ഇരിക്കും. പിന്നെ എന്താ, വെള്ളത്തിൽ ആകർഷണം കുറവാണോ? സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ അനുഭവം എന്താണ്? അതൊക്കെ ബദീഹിയാണ്, ചോദിക്കേണ്ട കാര്യമില്ല. വെള്ളത്തിൽ ആകർഷണം ഉണ്ടോ? വെള്ളത്തിൽ ആകർഷണം കുറവാണോ അല്ലെങ്കിൽ കൂടുതലാണോ? വെള്ളത്തിൻ്റെ അടിയിൽ കുറവാണ്, അല്ലേ? വെള്ളത്തിൻ്റെ അടിയിൽ പിന്നെ ആകർഷണം കുറവാണ്. ഈ ബഹിരാകാശ സഞ്ചാരികളൊക്കെ എന്താ ചെയ്യുന്നത്? അവർക്ക് ബഹിരാകാശത്ത് പോയിട്ട് അവരുടെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ അതിന് പ്രാക്ടീസ് നേടാൻ വേണ്ടി അവരെന്താ ചെയ്യുക? അവർ നല്ല ഓക്സിജനൊക്കെ പുറത്ത് വെച്ച് കെട്ടി എല്ലാവിധ സജ്ജീകരണങ്ങളായിട്ട് ഒരു പിന്നെ കൃത്രിമ വെള്ളത്തിൽ മുങ്ങിയിട്ട് അതിൽ നിന്ന് എഞ്ചിൻ ഘടിപ്പിക്കുന്നതും പോകുന്നതും ഒക്കെ എല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെയാണ്, വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് അവർ എന്തിന് പരിശീലനം നേടുന്നത്. എന്തിൻ്റെ പേരിൽ? ഈ ശൂന്യാകാശത്തെത്തിയാലുള്ള അവസ്ഥ തന്നെയാണ് വെള്ളത്തിലെത്തിയാലും. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഭൂമിയിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു നിശ്ചിത കണക്കിലാണ് ഇതിൻ്റെ ഖലഖ സമവാതി വൽ അർള ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾ കാണുന്ന തൂണുകളില്ലാതെ കണ്ട്. അല്ലാഹു തആല ഇതിനെ ഉയർത്തിയവനാണ്, ആകാശഭൂമിയെ സ്ഥാപിച്ചവനാണ് അല്ലാഹു തആല. നാം കാണുന്ന തൂണുകളില്ല, ഉണ്ടോ? നാം കാണുന്ന തൂണുകളില്ല എന്നുള്ള യാതൊരു സംശയമില്ല, ആരും കാണുന്നില്ല. പക്ഷേ കാണാത്ത തൂണുണ്ടായിരിക്കാം. ഇത് കാണാത്ത തൂണ് ഒരു പക്ഷേ എന്തായിരിക്കാം ഉദ്ദേശിക്കുന്നത്? കാണാത്ത തൂണ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? തീർച്ചയായിട്ടും പിന്നെ ഇങ്ങനെയുള്ള ആകർഷണമായിരിക്കാം. ആകർഷണം കൊണ്ടാണല്ലോ പരസ്പരം നിൽക്കുന്നത്, അല്ലേ? ഭൂമി മറ്റ് ഗ്രഹങ്ങളുമായി കൂട്ടിമുട്ടാതെ അതിൻ്റെ സഞ്ചാരപഥങ്ങളിലൂടെ, അതിൻ്റെ വൃത്തത്തിലൂടെ അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് മറ്റൊന്നിനോട് മുട്ടിപ്പോവാതെ, ഉരസിപ്പോവാതെ ഒന്നും തന്നെ അതിൻ്റെതായ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ ഇന്ന് ആധുനികമായ ശാസ്ത്രീയമായ സത്യങ്ങളിലൂടെ ചിന്തിക്കുന്ന വ്യക്തികൾക്കും, അതല്ല ഒരു വെറും സാധാരണക്കാരായ വ്യക്തി തൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ചിന്തിച്ചാലും, തൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചാലും, താൻ എന്ത് ആവുന്നു, എവിടെയാവുന്നു, എവിടേക്ക് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശരിയായ ചിന്ത അവനെ എവിടേക്ക് എത്തിക്കണം? ഒരു ഖാലിക്കായ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന രൂപത്തിലായിരിക്കണം ഇവൻ്റെ പിന്നെ ചിന്ത ഉണ്ടാവേണ്ടത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എനിക്കൊരു ഖാലിക്കുണ്ട്, ഞാൻ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനെ, ഇല്ലായ്മയിൽ നിന്ന് ആരും ഒന്നുമില്ലാതെ പിന്നെ സ്വയം സൃഷ്ടിക്കപ്പെട്ട ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ എന്ന് പറഞ്ഞ ഖുർആനിലെ സൂറത്ത് തൂറിലെ ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. ഒന്നുമില്ലാതെ, ഒരു ഖാലിക്കില്ലാതെ സ്വയം സൃഷ്ടിക്കപ്പെട്ടവരാണോ അവർ ചിന്തിക്കുകയാണ്? ഒരു സ്വയം സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് ഒരു സാധാരണ ഒരാളും തന്നെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, സ്വയം സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളത്. അത് ചിന്തിക്കുന്ന ഒരു ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഏത് യുക്തിവാദിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും അവന് ചിന്തിക്കുന്നത് ഒരു കാര്യത്തിന് ഒരു കാരണമാണെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞല്ലോ ഖാനൂൻ സബബിയ എന്നുള്ളത് എന്തിനും മുമ്പ് പറഞ്ഞു. അപ്പം ഈ റബൂൽ ഖാലി എന്ന് പറയുന്ന വിശാലമായ മരുഭൂമിയിൽ അവിടെ കൊടുങ്കാറ്റടിച്ചപ്പോൾ പിന്നെ മണലുകളെല്ലാം തന്നെ പാറിപ്പോയതിനു ശേഷം അവരവിടെ വലിയൊരു പട്ടണം ദർശിക്കുകയാണ്. ആ പട്ടണത്തെക്കുറിച്ച് പഠനം നടത്തിയതായിരിക്കുന്ന ആളുകൾ കണ്ടെത്തിയതെന്താണ്? അത് മുൻകാലങ്ങളിൽ ജീവിച്ചു പോയതായിരിക്കുന്ന
മുൻകാലഘട്ടങ്ങളിൽ ജീവിച്ചു പോയതായിരിക്കുന്ന ഒരു സമൂഹം പടുത്തുയർത്തിയ ഒരു പട്ടണമായിരുന്നു എന്ന് അവർ കണ്ടെത്തി. ആരും തന്നെ എന്ത് പറഞ്ഞില്ല, ഇത് അന്തരീക്ഷത്തിൽ തനിയെ ഉണ്ടായ ഒരു പട്ടണമാണ് എന്നും അത് എത്രയോ 10,000 വർഷങ്ങൾക്ക് മുമ്പ് തനിയെ ഉണ്ടായതാണ് എന്നും അതിങ്ങനെ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തതാണ് പിന്നീട് മണലുകളൊക്കെ ഒന്ന് മൂടിപ്പോയതാണ് ആരും പറഞ്ഞിട്ടില്ല. അവർ മനസ്സിലാക്കിയത് എന്താണ്, ഇത് ഇവിടെ കെട്ടിപ്പടുത്തുയർത്തിയതായിരിക്കുന്ന ഒരു ഇതിന് പ്രവർത്തിച്ച കരങ്ങൾ അടങ്ങിയ ഒരു സമൂഹം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള. അപ്പം എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും അതൊരു കാരണം വേണം. അപ്പം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക്, സാധാരണക്കാരായ വ്യക്തിക്ക് പോലും എന്ത് മനസ്സിലാക്കാൻ പറ്റും, തന്നെ സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു അള്ളാഹു, ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളതിലേക്ക് എത്തും. ഈ ഒരു ചിന്ത എല്ലാവർക്കും ആവശ്യമാണ്. ഖുർആനിൽ ഖുർആനിൽ എത്രയോ ആയത്തുകൾ ഇതുമായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ചിന്ത നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ ചിന്തിക്കണം. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ, നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുന്നുണ്ട്. നാം എങ്ങനെ ജീവിക്കണം, അധ്വാനിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പണിയെടുക്കണം, ആ പണിയെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിൽ ഡെവലപ്പ് ആവാനുള്ള കാര്യങ്ങളും അതിൽ അപാകതകളില്ലാതെ ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നാം നമ്മുടെ ജോലിയെ സംബന്ധിച്ച് ചിന്തിക്കുന്നു. അതുപോലെ പാർശ്വപരമായിരിക്കുന്ന പല കാര്യങ്ങളും ചിന്തിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് ചിന്തിക്കൽ നിർബന്ധമാണ്. അപ്പം ഇവിടെ പറഞ്ഞു വന്നെന്ന് ചോദിച്ചാൽ എന്ത് വേണം? ശരിയായ ചിന്ത ഫലം നൽകുന്ന, അതായത് ഒരു ശരിയായ ചിന്ത അവസാനം എത്തിച്ചേരുന്ന ഒരു അറിവുണ്ട്. എന്ത്? തനിക്ക് ഒരു ഖാലിഖുണ്ട് എന്നുള്ളത്, ഈ പ്രപഞ്ചത്തിന് മേൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. ആ അറിവ് അവനിക്കില്ലെങ്കിൽ, അവൻ ചിന്തിക്കുകയും ഈ അറിവിലേക്ക് അവൻ എത്താതിരിക്കുകയും ചെയ്താൽ അവൻ എന്താകുന്നതാണ്? ദോഷിയായി തീരും. ഇതാണ് ഈ പറയപ്പെട്ട മഹാനായിരിക്കുന്ന അബുൽ ഹസൻ അശ്ശരി ഇമാമാവട്ടെ, ഇമാം അബൂബക്കർ ബാഖിലാനി റഹിമഹുല്ലാഹ് തുടങ്ങിയതായിരിക്കും മഹാന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത് അവൻ കുറ്റക്കാരനാവുന്നുള്ള ഈ വിധത്തിൽ ചിന്ത അവനിക്കില്ലെങ്കിൽ. കാരണം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു നിലപാട് എത്തിക്കഴിഞ്ഞാൽ നമ്മെ ആർക്കും പിടിച്ചളക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു സംശയം, പരിശുദ്ധ ഖുർആനിൽ ഒരാൾ വിശ്വസിക്കുന്നത്, ഇന്നലെ ഒരാൾ സംശയം ചോദിച്ചു, ഞാനിപ്പോൾ ഖുർആനാണ് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്, ഖുർആനിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം എന്താ ചെയ്യുക? അങ്ങനെ വിശ്വസിച്ചാൽ പോരെ? മതി, അവരുടെ വിശ്വാസം ശരി തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വൽ അർദ് അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സംശയമുണ്ടോ? എങ്ങനെയാണ് അള്ളാഹു? ഫാത്തിരി സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചവനായിരിക്കുന്ന ഒരു ഖാലിഖായ അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾക്ക് സംശയിക്കുന്നോ? അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഒരു അള്ളാഹുവിൻ്റെ ആസ്തികത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് ആയത്തുകളും ചിന്തക്ക് തീ കൊളുത്തുന്ന രൂപത്തിലുള്ളതായ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഖുർആനിലൂടെ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറയുകയാണ്, അപ്പോൾ ഞാൻ ഖുർആനിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് ആൾ സ്ഥിതി സഹോദരന്മാരെ? ആൾ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ? എന്താ നിങ്ങളെ പറയൂ? ഞാൻ ഖുർആനിലും ഹദീസിലും അള്ളാഹു താലാനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഖുർആൻ വിശ്വസിക്കുന്നു, ഖുർആനിൽ അള്ളാഹു താലാനെ കുറിച്ച് പരാമർശമുണ്ട്, പ്രവാചകന്മാരെ കുറിച്ച് പരാമർശമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ വിശ്വാസം ശരിയാവുകയോ ഇല്ലയോ? എന്താ? എല്ലാവരും നീതിയാട്ടം ഉള്ളവരെല്ലാവരും തെറ്റുന്നത് വിഷയാക്കണ്ട, തെറ്റിയാലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. എന്താ? ഞാൻ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, പ്രവാചകന്മാരെ കുറിച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ പരലോകത്തെക്കുറിച്ചല്ലേ, പരലോകം ഖുർആനിലുള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ അദൃശ്യമായ കാര്യമാണ്, നമ്മുടെ ചിന്തക്കോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ വിധേയമാകാത്ത കാര്യമാണ്. മലക്കുകളെ കുറിച്ചുള്ള, ജിന്നുകളെ കുറിച്ചിട്ടുള്ളത്, പരലോകം, ഖബർ ജീവിതം, ഇത്തരം കാര്യം അതിനെക്കുറിച്ചല്ല. അത് സമയ്യാത്താണ്, അതിന് സമയ്യാത്ത് എന്ന് പറയാം. പക്ഷേ അള്ളാഹുവിൻ്റെ ആസ്തികത്തെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് പരിശുദ്ധ ഖുർആനിലൂടെയാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളുടെ വിശ്വാസം ശരിയാവുകയില്ലയോ? എല്ലാവരും പരിശുദ്ധ ഖുർആനാണ്, ഖുർആനിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ഖുർആനിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്, പ്രവാചകൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ ഈമാൻ ശരിയാവുമോ ഇല്ലയോ എന്ന ചോദ്യം. അപ്പം നമുക്കറിയാം എന്ത്, ഇപ്പോൾ രണ്ട് തരം മറുപടി വന്നത് ശരിയാവുന്നും ഇല്ല എന്നും. എന്നാൽ പരിശുദ്ധ ഖുർആൻ അതൊരു നമ്മളിവിടെ തെളിവില്ലാത്ത വിശ്വാസത്തിനെ കുറിച്ചല്ലേ ചർച്ച. ഈ മുക്കല്ലിദ് എന്ന് പറയുന്നത് ആർക്കാണ്? മുക്കല്ലിദ് എന്ന് പറയുന്നത് ആർക്കാണ്? ഒരു തരത്തിലുള്ള ഒരു മൊത്തത്തിലുള്ള തെളിവ് പോലും ഇല്ലാതെ വിശ്വസിക്കുന്നവനാണല്ലോ. ജനങ്ങൾ പറഞ്ഞത് കേട്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നവരാണ് മുക്കല്ലിദ്. തെളിവൊന്നുമില്ല, ഒരു തെളിവില്ല, ഈ അറാബിക്കുള്ള തെളിവ് പോലില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ അത് തന്നെ ഒരു തെളിവല്ലേ? പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഒരു ദലീലല്ലേ? നമ്മുടെ അദില്ലത്തുൽ അർബഅയാണ്, 4 തെളിവുകളിൽ ഒന്നാം പ്രമാണം എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ ഹദീസുകൾ. മനസ്സിലായില്ലേ? അപ്പം തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി, അതുകൊണ്ടാണ് വിശ്വസിച്ചത് എന്ന് പറയുന്ന വ്യക്തിക്കും അവന് വിശ്വാസം ശരിയാകും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ശരിയാണെന്ന് വിശ്വസിച്ചത് എങ്ങനെയാണ് അയാൾ? അത് ബുദ്ധി ഉപയോഗിച്ചാണോ അല്ലയോ? ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ അയാൾ വിശ്വസിച്ചത് എങ്ങനെയാണ്? ബുദ്ധി കൊണ്ടാണോ അല്ലയോ? ആരെ വിശ്വസിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വിശ്വസിച്ചത്? ചിന്തിക്കൂ, നിങ്ങളെ ചിന്തകൾ ഉണരട്ടെ. പരിശുദ്ധ ഖുർആൻ ശരിയാണെന്ന് ഇയാൾ വിശ്വസിച്ചത് എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആൻ വിശ്വസിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ചത് കൊണ്ടല്ലേ? നബി തങ്ങൾ വിശ്വസിച്ചത് കൊണ്ടല്ലേ ഖുർആൻ വിശ്വസിക്കുന്നത്? നബിയിൽ വിശ്വാസമില്ലാത്ത ആൾ ഖുർആൻ വിശ്വസിക്കുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസമില്ലാത്ത ആൾ ഖുർആൻ വിശ്വസിക്കില്ല. അപ്പോൾ നബിയെ വിശ്വസിച്ചത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചത് നബിയിൽ നിന്ന് അമാനുഷിക കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ്. അമാനുഷിക കാര്യം വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? അത് ബുദ്ധി കൊടുത്തുകൊണ്ടാണ് അല്ലേ? ബുദ്ധിയിലൂടെയാണ് ആൾ മനസ്സിലാക്കുന്നത്, പ്രമാണമല്ല. അടിസ്ഥാനപരമായിട്ട് നാം അവസാന വഴിയിലേക്ക് എത്തുന്ന നമ്മുടെ ബുദ്ധി കൊണ്ടാണ് കണ്ടെത്തുന്നത്. ഖുർആൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആര് വിശ്വസിക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? നബി എന്ന ഒരുപാട് ആമാനുഷിക കാര്യങ്ങളും മുഅ്ജിസത്തുകളും അതുപോലെ പ്രവാചകന് ആവാൻ യോഗ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ പ്രവാചകനിൽ മേളിച്ചു എന്ന് നാം സ്വയം ബോധ്യപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഖുർആനിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ വിശ്വസിച്ചതെന്ന് പറയുന്ന വ്യക്തിയുടെ വിശ്വാസം ശരി തന്നെയാണ്. മനസ്സിലായില്ലേ? കാരണം ഖുർആൻ തന്നെ തനിയെ ഒരു പ്രമാണമാണ്. അപ്പോൾ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഒരു തരത്തിലുള്ള ബുദ്ധി പ്രയോഗമുണ്ട് അവിടെ. കാരണം നബിയിൽ ഇയാൾ വിശ്വസിച്ചിട്ടുണ്ട്, പ്രവാചകരിൽ ഇയാൾ വിശ്വസിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ പ്രവാചകൻ പറയുന്നത് ശരിയാണെന്ന് ആൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. അവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിയുടെ പ്രയോഗം അവിടെയൊക്കെ ഉണ്ട്, അക്കല് അവിടെ ഉണ്ട്, അവിടെ ഒരു തരത്തിലുള്ള മാരിഫത്ത് അവിടെ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം മാസൂമിനോട് ആൾ തഖ്ലീദ് ചെയ്താൽ, ഇത്തിബാ ചെയ്താൽ അയാളുടെ ഈമാൻ ശരിയാണ് എന്നുള്ളത് തന്നെയാണ് നാം ഇതിലേക്ക് കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം. പിന്നെ അപ്പോൾ എന്താ മുസന്നിഫ് പറഞ്ഞത്? അൽ ജുംഹൂറു അൽ ഖായിലൂന ബി വുജൂബിൽ മാരിഫ. അള്ളാഹുവിനെ അല്ലെ അവന്റെ സിഫത്തുകളെ, അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചുള്ള അറിയിക്കുന്ന അറിവ് തെളിവ് സഹിതം അറിയാൻ നിർബന്ധമാണെന്ന് പറഞ്ഞ ആളുകൾ ബഹുഭൂരിപക്ഷം പേരും അഭിപ്രായ വ്യത്യാസത്തിലാത് ഏതിലാണ്? ദോഷിയാണോ അല്ലേ എന്നുള്ളതിലാണ്. മുഖല്ലിദ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അയാൾ ഉള്ളതുപോലെ വിശ്വസിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 7 മാനിയ സിഫത്തുകളുണ്ട്, അള്ളാഹു തആലക്ക് 5 സൽബിയ സിഫത്തുകളുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ നമ്മളെ അഖീദത്തുൽ അവാമിലും അതുപോലെ അഖീദത്തുൽ ഹബീലൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിലും അത് തന്നെയാണ് പ്രധാനപ്പെട്ടുള്ള ചർച്ച വരുന്നത്. അള്ളാഹു തആലക്ക് മൊത്തം 20 സിഫത്ത് അല്ലെങ്കിൽ 13 സിഫത്ത് നിർബന്ധമായത് അല്ലേ? 20 സിഫത്തുകൾ ഏതൊക്കെ? 1 നഫ്സിയ സിഫത്ത് വുജൂദ് എന്നുള്ളത്, പിന്നെ 5 സൽബിയ സിഫത്തുകൾ, അതുപോലെ തന്നെ 7 മാനിയ സിഫത്തുകൾ, അതുപോലെ തന്നെ 7 മാനവിയ സിഫത്തുകൾ. ഇങ്ങനെ 4 ഐറ്റത്തിലുള്ള 20 സിഫത്തുകൾ അള്ളാഹു തആലക്ക് നിർബന്ധമാണ് എന്ന് ഇയാൾ വിശ്വസിച്ചിട്ടുണ്ട്. മുഖല്ലി തന്നെയാണ് സംഭവം. അയാൾക്കെന്താണ് പിന്നെ മദ്രസ തലത്തിൽ നിന്ന് അയാൾ പഠിച്ചത് കൊണ്ട് അന്ന് തെളിവുകളൊന്നും മനസ്സിലാക്കിയിട്ടില്ല, കുട്ടിയാണല്ലോ. അപ്പോൾ 20 സിഫത്തുകൾ അള്ളാഹു തആലക്ക് 20 സിഫത്ത് നിർബന്ധമായതുണ്ട്, 20 കാര്യങ്ങൾ പാടില്ലാത്തതുണ്ട്, ഒരു കാര്യം ജായിസായതുണ്ട്. പ്രവാചകന്മാരെ കുറിച്ച് 4, 8, 9 അങ്ങനെയും വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്താണ് ഈ സംഗതിയൊക്കെ ഉള്ളത് തന്നെ വിശ്വസിച്ചത്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ത് അതിനോട് പിന്നെ അകമ്പടി വെച്ചിട്ടില്ല, തെളിവ് സഹിതമല്ലായിരുന്നു മനസ്സിലാക്കി. പിന്നെ അല്പമൊക്കെ പ്രായപൂർത്തിയായി ചിന്തിക്കാനുള്ളതായ ശേഷി കൈവന്ന് അയാൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം കൂടി അയാൾ മനസ്സിലാക്കൽ ആവശ്യം. നമ്മളിന്ന് പലരും അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ, ഞാനടക്കം. നമ്മളൊക്കെ സിഫത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് എന്താണ് ഇതിൻ്റെ പിന്നിൽ, അതിൻ്റെ എന്തുകൊണ്ട് അള്ളാഹു തആല ആലിമാവണം ചിന്തിച്ചിട്ടുണ്ടോ സഹോദരന്മാർ? എന്തുകൊണ്ട് അള്ളാഹു തആലക്ക് ഇൽമ് എന്ന ഗുണം ഉണ്ടാവണം? ആ രൂപത്തിലായിരിക്കും നാം ചിന്തിക്കേണ്ടത്. ഇൽമില്ലാത്ത ഒരുവരിൽ നിന്ന് ഒരു പ്രവർത്തനം ഉണ്ടാവില്ല. ഒരു നല്ല പിന്നെ എല്ലാം ഹിക്മത്തോടു കൂടെ, എല്ലാം നിശ്ചിത രൂപത്തിൽ, അറിവില്ലാത്ത ഒരാളിൽ നിന്ന് നമ്മൾ ഒരു കാര്യത്തെ കൃത്യമായി നൽകുന്ന ഒരു കാര്യത്തെ നാം പ്രതീക്ഷിക്കുന്നില്ല. അറിവില്ലാത്ത ഒരാളിൽ നിന്ന് ഒരു കൃത്യമായ കാര്യം ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ ചക്കട്ടപ്പം വാല് കിട്ടിയെന്നുള്ള രൂപത്തിലൊക്കെ ചില കാര്യങ്ങളുണ്ടാവാം. എന്നല്ലാതെ ഒരു സംഗതിയെ കുറിച്ചുകൊണ്ട് അറിവും അതിൻ്റെ വരുംവരായികയും എല്ലാ കാര്യങ്ങളെ കുറിച്ചുകൊണ്ടും അറിവ് എന്ന് ഉണ്ടെങ്കിൽ മാത്രം ഒരാൾക്ക് ഒരു കാര്യത്തെ വളരെ കൃത്യമായ നിലക്ക് ഒരു ചിട്ടയോടുകൂടെ പിന്നെ ഒരു നിലാമോടുകൂടെ സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചവും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വെളിമുക്ക് ഉസ്താദാ, വെളിമുക്കിലെ ഉസ്താദ് പിന്നെ നിങ്ങളുടെ പിന്നെ അവിടെ നാട്ടിലെ നെറ്റായതുകൊണ്ട് സ്ലോ ആയിട്ടാണ് കട്ട് വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ കട്ടൊന്നും ഇപ്പല്ല, PC നിങ്ങളുടെ നെറ്റിൻ്റെ സ്ലോ കാരണമായിട്ടാണ് കട്ട് തോന്നുന്നത്. അതുകൊണ്ട് കട്ട് എന്ന് പിന്നെ ഉണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങളെ പിന്നെ അവിടെ നെറ്റിൻ്റെ പ്രശ്നമാണെന്ന് അറിയാം. മൊത്തത്തിൽ ആർക്കും ഇവിടെ കട്ടില്ല, എല്ലാവർക്കും കേൾക്കാം. ചില ആളുകളുടെ നെറ്റ് സ്ലോ ആയതിൻ്റെ പേരിൽ മാത്രം വരുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് പരസ്യമായിട്ട് അങ്ങനെ അടിക്കാതിരിക്കുക. കേൾക്കുന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വന്നോളൂ. പിന്നെ അടിക്കുമ്പോൾ നമുക്ക് എന്തായി, അതൊരു പിന്നെ കട്ട് എന്ന് കാണുമ്പോൾ ഒരു പ്രശ്നമാണ്. അപ്പോൾ കേൾക്കുന്നില്ലേ, പറഞ്ഞതൊക്കെ വെറുതെ എന്നുള്ളൊരു തോന്നൽ വരും. അതുകൊണ്ട് പിന്നെ അത് സ്വന്തം പ്രശ്നമായിരിക്കും, അത് അവിടെ പരിഹരിക്കുക എന്നുള്ളതല്ല, നമ്മളിവിടെ പരിഹരിക്കേണ്ട വിഷയമല്ല എന്ന് അറിയിക്കാൻ. പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ എന്ത് വേണം? സംഭവങ്ങൾ ഇതൊക്കെ ഉള്ളതുപോലെ വിശ്വസിച്ചാൽ മാത്രം പോരാ. അള്ളാഹു തആല ആലിമാണെന്ന് എന്തുകൊണ്ട് അള്ളാഹു തആല ആലിമാകുന്നത്? ആലിമല്ലാത്തൊരുത്തുന്ന ഒരു നിശ്ചിതമായ ചിട്ടയോട് കൂടിയുള്ള പ്രവർത്തനം ഉണ്ടാവില്ല. ഈ ഭൂമിയെ സൃഷ്ടിച്ചു നോക്കൂ, അതിൽ മനുഷ്യന് ആവശ്യമായിരിക്കുന്ന എല്ലാ വിഭവങ്ങളും അള്ളാഹു തആല നൽകി. വായു നൽകി, ഓക്സിജൻ നൽകി, വെള്ളം നൽകി, ഭക്ഷണത്തിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നൽകി. ഇതൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ടാവോ? ഒരു അറിവുള്ളതായിരിക്കുന്ന ഒരു ശക്തിയിൽ നിന്ന് മാത്രമേ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമുക്ക് അങ്ങനെ ചിന്തിക്കണം. ചിന്തിക്കണം. ചിന്തക്ക് നാം തിരികൊളുത്തുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ ഈമാൻ പരിപൂർണ്ണമാവുള്ളൂ. അതാണ് ഇവരെയൊക്കെ ഈ മഹാന്മാരൊക്കെ പറയുന്നത്. ചിന്തിച്ചുകൊണ്ടായിരിക്കണം. വെറും നമ്മൾ അന്ധമായ അനുകരണമുള്ളവരാവരുത്. പക്ഷേ അന്ധമായ അനുകരണം ഇവിടെ സഹിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അയാൾ വിശ്വസിച്ച കാര്യം ശരിയായി എന്നുള്ളതിന് പേരിൽ അയാൾ ഈമാൻ ശരിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ചിന്ത അയാൾ ഉപയോഗിക്കാത്ത, ചിന്തിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ, അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് അതാണ് മൊത്തം അഭിപ്രായം. ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ചിന്തിച്ചേ തീരൂ, അല്ലെങ്കിൽ കുറ്റക്കാരനാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? മുഖല്ലിദ് മുഅ്മിനിൻ അവനെന്താകുന്നു? തീർച്ചയായിട്ടും സത്യവിശ്വാസി തന്നെയാണ്. ഇല്ലാൻഹു ആസിൻ, അവനെന്താകുന്നു? ദോഷിയാകുന്നു. ബിതർക്കിൽ മാരിഫത്തി, തെളിവ് സഹിതം അറിയുന്നതിനെ ഉപേക്ഷിച്ചത് കൊണ്ട് അവൻ കുറ്റക്കാരനാണ്. അല്ലത്തി യുൻതിജുഹ, ആ തെളിവിൽ മുഖേനയുള്ള അറിവിനെ അത് ഉണ്ടാക്കും. അന്നദുർ സഹി, ശരിയായ മാർഗത്തിലുള്ളായിരിക്കുന്ന ചിന്ത,
ശരിയായ മാർഗത്തിലൂടെ അങ്ങ് ചിന്തിക്കേണ്ടത് കേട്ടോ. ചിന്തക്ക് ഒരു റൂട്ടുണ്ട്, അത് പഠിക്കണമെങ്കിൽ അപ്പൊ അത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. മന്തിക്ക് എന്നൊക്കെ പറഞ്ഞതേ, മന്തിക്ക് എന്ന് പറഞ്ഞത് അതിന്റെ കായികകളൊക്കെ എന്താണ്, അങ്ങനെ വന്നാൽ ഇങ്ങനെ വരുന്നൊക്കെ അതൊക്കെ ചില കിതാബോധിങ്കിലേ തീരുള്ളൂ. 1-ാം ശക്കലും 2-ാം ശക്കലും അതുപോലെ മുഖദ്ദിമ സുഹറയും കുബറയും കൂട്ടിട്ട് ഹദ്ദൗസത്ത് കളഞ്ഞിട്ട് എത്തിച്ചയിലേക്ക് എത്തുക. ഇത് നമ്മൾ മന്തിക്ക് പഠിച്ചെങ്കിൽ അതിന്റെ തെർത്തീബൊക്കെ മനസ്സിലാവും. പക്ഷെ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു ചിന്ത. അത് നമുക്കത് പ്രകടിപ്പിക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചോണമെന്നില്ല. ആ പ്രകടിപ്പിക്കാനും കൂടി സാധിക്കാൻ മന്തിക്ക് എന്ന് പറയുന്ന കിതാബുകൾ ഓതുമ്പോഴായിരിക്കും. പക്ഷേ ഓരോരുത്തരുടെ ഹൃദയത്തിലും മന്തിക്കുണ്ട്, ഓരോരുത്തരിലും ഫൽസഫയുണ്ട്, ഓരോ വ്യക്തികളിലും തത്വശാസ്ത്രമുണ്ട്. എന്ന് വെച്ചാൽ ആ ചിന്തകളുണ്ട്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മന്തിക്കുകളുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ പ്രകടിപ്പിക്കാനുള്ള വഴിയാണ് നമ്മൾ കിതാബ് ഓതുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. അപ്പൊ നോക്കൂ, ഈ ആറാബിയുടെ കാര്യം ആലോചിച്ചു നോക്കി. ആളെന്താ പറഞ്ഞത്? ഈ ആറാബി എന്ത് പറഞ്ഞു? അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ. ആൾ പറഞ്ഞു, ചിന്തിച്ചു നോക്കൂ, അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ, ഒട്ടകത്തിന്റെ കാഷ്ടം ഒട്ടകത്തിന്മേൽ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൽ അഥറു യദുല്ലു അലൽ മസീർ, കാലടിപ്പാട് ഒരാൾ നടന്നു പോയെന്നുള്ളതിന്മേൽ അറിയിക്കുന്നുണ്ട്. അപ്പൊ എന്ത് വരുന്നാടെ? ഇതിപ്പോ നമ്മൾ അറബി നമ്മളെ കിതാബ് മന്തിക്കിൽ പറയും ഇത് സുഹറ എന്ന് പറയും, ഇത് സുഹറ എന്ന് പറയും. സുഹറ എന്ന് അതിന് പറയും, കിതാബ് ഓതുമ്പോൾ സുഹറ എന്ന് പറയും. അപ്പൊ പിന്നെ അതുകൊണ്ട് എന്ത് ചോദ്യം വരുന്നുണ്ടല്ലോ, ഒരു ഒട്ടകത്തിന്റെ കാഷ്ടം ഒട്ടകത്തിനെ അറിയിക്കുന്നുണ്ട്, കാലടിപ്പാട് ഒരാൾ നടന്നു പോയതിനെ അറിയിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് പറയുന്നത്? അല എന്താ പറഞ്ഞത്? അപ്പം അബ്രാജുടേതായ, അതായത് ഇങ്ങനെ പല രാശികളും ഉടേതായിരിക്കുന്ന ആകാശവും പല വഴികളും ഉള്ളതായിരിക്കുന്ന ഭൂമിയും എന്തിന്മേൽ അറിയിക്കുന്നുണ്ട്? അത് ഒരു സൃഷ്ടാവായിരിക്കുന്ന എല്ലാം അറിവുള്ളവനായ ഒരു സൃഷ്ടാവിന്റെ മേൽ അറിയിക്കുന്നില്ലയോ? ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ കിതാബുപരമായി മുത്തക്കല്ലിമങ്ങളുടെ ഉലമാ അഖീദന്റെ കിതാബ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ദലീലുൽ ഇംകാൻ എന്ന് പറയാം. ദലീലുൽ ഇംകാൻ, മനസ്സിലായില്ലേ? ഇതിന്റെ പേരാണ് ദലീലുൽ ഇംകാൻ. ഇനി വേറൊരു ദലീലുണ്ട്, അല്ലാഹു തആലയുടെ ആസ്തികത്തെ കണ്ടെത്തുന്ന രീതിയിലായിരിക്കുന്ന ഒരു സഹിയായ ചിന്തയാണ് ദലീലുൽ ഹുദൂസ് എന്ന് പറയുന്ന മറ്റൊരു തെളിവുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും, അത് കുറച്ചൊക്കെ മനസ്സിലാക്കാം. അപ്പം ഇതിപ്പോ യഥാർത്ഥത്തിൽ ഈ അറാബിക്കാരില്ല, ഞാനിപ്പോൾ ദലീലുൽ ഇംകാനാണ് പറഞ്ഞത്. ദലീലുൽ ഇംകാനാണ് ഇവിടെ പറഞ്ഞതുള്ളത് അറാബിക്കാർ. പക്ഷെ ആൾ ഉള്ളിലുണ്ട്, അതിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ മന്തിക്ക് ഈ ഫൽസഫ ഉണ്ട് എന്നുള്ള യാതൊരു സംശയവും ഇല്ല. അത് പ്രകടിപ്പിക്കാനുള്ളതായിരിക്കുന്ന കഴിവ് എല്ലാവർക്കും ലഭിച്ചോണമെന്നില്ല. ചില ആൾക്ക് പ്രകൃതിയാൽ തന്നെ അത് പ്രകടിപ്പിക്കാൻ സാധിക്കും, ചിലർക്ക് അത് പഠിച്ചുണ്ടാക്കണം. ഈ വ്യത്യാസമാണുള്ളത്. അപ്പം പക്ഷേ ചിന്ത എന്ന് പറയുന്ന ഒന്ന് അല്ലാഹു തആല നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്, അത് നാം ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ടാണ് നമ്മുടെ സൃഷ്ടാവ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഒരു ഉറച്ച ഒരു നിലപാട്, ഒരു വിശ്വാസം നമുക്ക് വരികയുള്ളൂ. അതുകൊണ്ടാണ് ഉലമാക്കൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുന്നത്. അവൻ കുറ്റക്കാരനാണെങ്കിലും അവൻ ഈമാൻ ശരിയാകും. പിന്നെ വഖാല ബഅദുഹും, എന്നാൽ ചിലർ പറഞ്ഞു, നോക്കാം ബാക്കിയോട് നോക്കാം. വഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, ചിലർ പറഞ്ഞു. അപ്പൊ അവരെന്താ പറഞ്ഞു? ഇങ്ങനെ ഒരു തെളിവും സ്വീകരിക്കാതെ, ഒരു തെളിവും ഇല്ലാതെ കണ്ട ഒരാൾ പറഞ്ഞു അല്ലാഹു തആലാന്റെ നിർബന്ധമായ കാര്യങ്ങളും ജായിസായ കാര്യങ്ങളും അനുവദനീയമായതും പാടില്ലാത്തതൊക്കെ അയാൾ വിശ്വസിച്ചിട്ടുള്ളതുപോലെ. പക്ഷെ അയാൾക്ക് എന്തില്ല, തെളിവില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്, ഈമാൻ ശരിയാണ്. എന്നാൽ വഖാല ബഅദുഹും, ചിലർ പറഞ്ഞു ഇന്നഹു മുഅ്മിനുൻ വലാ യാസി, അവൻ ആരാകുന്നു? സത്യവിശ്വാസിയാണ്, കുറ്റക്കാരനല്ല. ചിലർ അങ്ങനെ പറഞ്ഞു. മുഅ്മിനാണ്, എന്തല്ല, കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. ഇല്ലാ ഇദാ കാന ഫീ അഹ്ലിയത്തുൻ, ഇതാണ് ബലപ്പെട്ട അഭിപ്രായം. ഇല്ലാ ഇദാ കാന ഫീ അഹ്ലിയത്തുൻ ലിഫഹ്മിൻ നദരി സഹീഹി, ശരിയായ ചിന്തയെ ഗ്രഹിക്കാൻ അവനിക്ക് യോഗ്യത ഉള്ളവനാലോചിച്ച് അപ്പം കുറ്റക്കാരനാകും. അപ്പോൾ ഇങ്ങനെ തെളിവില്ലാതെ കണ്ട് വിശ്വസിച്ചവൻ സത്യവിശ്വാസി തന്നെ, ഓന് കുറ്റക്കാരനായപ്പോഴാണ് അവൻ ചിന്തിക്കാനുള്ളതായിരിക്കുന്ന യോഗ്യത കൂടി ഉണ്ടാവണം. ചിന്തിക്കാൻ യോഗ്യത ഉണ്ടായിട്ട് ചിന്തിച്ചിട്ടില്ലെങ്കിലാണ് അവൻ കുറ്റക്കാരനാവുക. വ്യത്യാസമൊന്നുമില്ല. ആദ്യം പറഞ്ഞ അഭിപ്രായത്തിൽ എന്താ ഒരു പറഞ്ഞറിയോ? ആദ്യം പറഞ്ഞ അഭിപ്രായത്തിൽ അവന് തഖ്ലീദ് ചെയ്തവന്റെ ഈമാന് ശരിയാണ്, പക്ഷെ അവൻ കുറ്റക്കാരനാണ്. എന്തുകൊണ്ട്? ഒരു ഈ കാട്ടറബി പറഞ്ഞതുപോലെ ആയിരിക്കുന്ന ഒരു ചെറിയ രൂപത്തിലുള്ള തെളിവുകൾ പോലും അത് കിട്ടാത്തവർ, മനസ്സിലാക്കാൻ സാധിക്കാത്തവർ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ചിന്ത പോലും ഇവന് ഒഴിവാക്കിയത് കൊണ്ട് അവൻ കുറ്റക്കാരനാണെന്ന് ഓല പറഞ്ഞത്. ഇവർ പറഞ്ഞതെന്താ? ശരിയായ നിലയ്ക്ക് ചിന്തിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗപ്പെടുത്താതിരുന്നാലാണ് കുറ്റക്കാരനാവുള്ളൂ. അപ്പൊ ചില ആളുകളൊക്കെ ഉണ്ടാവും, ചിന്തിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടാവും, ചില പോയത്തക്കാര്, പൊട്ടന്മാരെന്ന് വെച്ചാൽ ചിന്തക്ക് പൊട്ടത്തറ പറഞ്ഞു കേട്ടോ. ഈ നാപ്പട്ടുള്ളവർക്കൊന്നും ചിന്തിക്കാൻ പ്രയാസം ഒന്നും ആയിക്കോണമെന്നില്ല. അപ്പം ചില പോയത്തക്കാർ സഫീഹ് ബുൽഹുക്ക് ഉണ്ടല്ലോ, ഇത്തരം ആളുകൾക്കൊക്കെ അവർക്ക് എന്തുണ്ടായിക്കോണമെന്നില്ല, ശരിയായ ചിന്തക്കുള്ള യോഗ്യത ഉണ്ടായിക്കോണം. അപ്പൊ ശരിയായ നിലയ്ക്ക് ചിന്തിക്കാനുള്ള യോഗ്യത ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താതിരുന്നാലാണ് കുറ്റക്കാരനാവുക. വലാ യാസി ഇല്ലാ ഇദാ കാന ഫീഹി അഹ്ലിയത്തുൻ, അവനിൽ യോഗ്യത ഉണ്ടായാലോചിച്ച് ലി ഫഹ്മി അൻ-നദരി സഹീഹ്, ശരിയായ ചിന്ത മനസ്സിലാക്കുന്നതിനുള്ള ആ യോഗ്യത ഉണ്ടായാലോചിച്ച് മാത്രമേ അവൻ കുറ്റക്കാരനാവുള്ളൂ. അതുണ്ടായിട്ടും അവൻ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാവും എന്നാ പറഞ്ഞത്. ഇനി ബഹുമാനപ്പെട്ട മുസന്നിഫ് റളിയല്ലാഹു പറയാണ്, ഒന്നുകൂടി വഖാല ബഅദുഹു അൽ മുഖല്ലിദു ലൈസ ബിമുഅ്മിനിൻ അസ്ലൻ. ചിലർ അങ്ങനെ കടുപ്പം പറഞ്ഞു. എന്താ പറഞ്ഞോ? തഖ്ലീദ് ചെയ്തവന്റെ ഈമാൻ തന്നെ ശരിയല്ല. അപ്പൊ ചിന്ത നിർബന്ധമാക്കിയവര്. വഖാല ബഅദുഹും അൽ മുഖല്ലിദു ലൈസ ബിമുഅ്മിനിൻ അസ്ലൻ, മുഖല്ലിദ മനുഷ്യൻ തീരെ തന്നെ എന്തല്ല, വിശ്വാസിയല്ല, തീരെ തന്നെ എന്തല്ല, അവൻ ഈ മുഅ്മിൻ തന്നെയല്ല, അവൻ കാഫിറാണ്. മുഅ്മിൻ അല്ലെങ്കിൽ എന്താ, അവൻ കാഫിറാണ്.
മോമിനും കാഫർ അല്ലാത്തൊരു മർത്തബുണ്ടോ? നമുക്ക് മർത്തബുണ്ടോ? അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് മോമിനും കാഫർ അല്ലാത്ത ഇടയിൽ ഒരു പോസ്റ്റ് ഇല്ല. ഇപ്പം വഹാബി മൗലിമാരൊക്കെ എന്ത് പറയുന്നത്, ഞങ്ങൾ മുജ്തഹിദും അല്ല മുഖല്ലിദും അല്ല, അതിന്റെ ഇടയിലൊരു പോസ്റ്റ്. ഈ ഇടയിൽ പോസ്റ്റ് വെക്കുന്ന ആളുകളാണ് പഴയ കാലത്ത് ആരായിരുന്നു? മുഅ്തസിലത്തായിരുന്നു. ഒരു ദോഷം ചെയ്തതായിരിക്കുന്ന ഒരു വ്യക്തി ദോഷിയായിരിക്കുന്ന മനുഷ്യൻ മൂമിനും അല്ല കാഫറും അല്ല എന്നാ അതിന്റെ ഇടയിൽ ഒരു തസ്തിക ഉണ്ടാക്കിയിട്ട് അവിടെ കുടിയിരുത്തി. അതുപോലെ ഇപ്പം എന്താ ഈ മൗലവിമാർ ചെയ്യുന്നത്? എന്താ, ഞങ്ങൾ മുജ്തഹിദും അല്ല മുഖല്ലിദും അല്ല, അതിന്റെ ഇടയിൽ എന്തുണ്ടാക്കി മുത്തബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ കയറിയിരിക്കുകയാണ് ഇപ്പൊ അവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എന്നാൽ നമുക്ക് അങ്ങനല്ല. മൂമിൻ അല്ലെങ്കിൽ പിന്നെ കാഫർ അല്ലെങ്കിലോ മുഅ്മിൻ. ഇതാ വഖാല ബഅദുഹും അൽ മുഖല്ലിദു ലൈസ ബിമുഅ്മിനിൻ അസലൻ. ചിലർ പറഞ്ഞു പിന്നെ മുഖല്ലിദ് എന്തല്ല, തെളിവൊന്നും മനസ്സിലാക്കാതെ കണ്ട് കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ വിശ്വസിച്ച ഒരു വ്യക്തി മൂമിന് തന്നെയല്ല, അവൻ കാഫറാകുന്നു. പിന്നെ ഇത് ശരിയല്ല കേട്ടോ. പറയുന്നത് ചിലർ അഭിപ്രായങ്ങളാണ്. വക്കത് അങ്കറ ബാധും, ഈ അഭിപ്രായത്തിന് ചിലർ എതിർത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് ശരിയല്ല. അങ്ങനെയായിട്ട് പറയാൻ പറ്റുമോ? അയാളെ വിശ്വാസമൊക്കെ എന്താണ്? വിശ്വാസമൊക്കെ ശരി തന്നെയാണ്, അള്ളാഹിനെ കുറിച്ചുള്ളതുപോലെ തന്നെ വിശ്വാസമൊക്കെ, വിശ്വാസത്തിൽ പാപമൊന്നുമില്ല. പക്ഷെ അള്ളാഹു താല അങ്ങനെ ഒരു സ്ഥലത്ത് കയറി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലോ, അള്ളാഹു താല ആകാശത്തിന്റെ മുകളിൽ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നവനോ അവനെന്തല്ല, അവൻ ഈമാൻ തന്നെ ശരിയില്ല. അവന് മുഖല്ലിദെന്ന് പറയാൻ പറ്റില്ല. അവനെന്താ, അവന് മുഅ്മിനല്ല, അവന്റെ ഈമാൻ ശരിയായിട്ട് തന്നെ അള്ളാഹു താല ആകാശം ചുമക്കുകയാണെന്ന്, അർശ് ചുമക്കുകയാണെന്നൊക്കെ വിശ്വസിക്കുന്നവന് അവൻ ഈമാൻ തന്നെ ശരിയല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതല്ല മുഖല്ലിദ് എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ തന്നെയാണ്. അയാൾക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അർശിനെ സൃഷ്ടിച്ചത്, ഫർശിനെ സൃഷ്ടിച്ചതും എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു തആലയാണ്. സൃഷ്ടിക്കുന്നവൻ അവൻ സൃഷ്ടിച്ചതിന് മേലല്ല അവൻ നിലകൊള്ളുന്നത്. ആ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും അവനുള്ളത് എന്നൊരു സാധാരണക്കാരായ വ്യക്തിക്ക് അറിയാം. അവന്റെ വിശ്വാസം ശരിയാണ്. പക്ഷെ തെളിവുകൾ അവന് അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, തെളിവ് മുഖേന അല്ലെങ്കിൽ അവൻ ഈമാൻ ശരിയാണ് എന്നാണ് ഇവർ പറയുന്നത്. വഖത് അങ്കറ ബാദും. അങ്ങനെ അത്ര കടുപ്പത്ത് പറയാൻ പാടില്ല. മുഅ്തസിലത്തിന് അങ്ങനെ ഒരു വാദമുണ്ട്. മുഅ്തസിലത്തിന് അങ്ങനെ വാദമുണ്ട്. അവർ വിശ്വസിക്കുന്നതാണ് അള്ളാഹു തആല ഒരാൾക്ക് ബുദ്ധി കൊടുത്താൽ അവൻ ചിന്തിക്കൽ നിർബന്ധമാണ്. ചിന്തിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധി കൊണ്ട് തന്നെ എല്ലാ ഹറാമും ഹലാലും കണ്ടെത്താൻ പറ്റുന്നതാണ് മുഅ്തസിലത്തിന്റെ വാദം. ഏത് കാര്യങ്ങളാവട്ടെ, ഹറാമ്, ഹലാല്, സുന്നത്ത്, കറാഹത്ത്, മുബാഹ്, ഇതെല്ലാം ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്നതാണ് അവരുടെ വാദം. അതുകൊണ്ട് അവർ പറയുന്നു, ബുദ്ധി മുഖേന ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അവൻ മുഅ്മിനല്ല എന്ന് ചിലർ ഇവരൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അത് എന്താണ് ശരിയല്ല. വഖത് അങ്കറ ബാദും, അവരും ചിലർ ഇതിനെ എതിർത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് കടുപ്പുള്ള വാദമാണ്, അത് നമുക്ക് പറയുന്നില്ല. വഖത് അങ്കറ ബാദും. പിന്നെ വലിൽ ഇമാമിൽ ഹറമൈനി, നമ്മൾ പറയാം ഇമാം ഹറമൈനി തങ്ങൾക്ക് വലിൽ ഇമാമി നാട്ടോ, ഞാൻ നോക്കട്ടെ. വലിൽ ഇമാമിൽ ഹറമൈനി പേസ്റ്റ് ചെയ്തേ ഇബാറത്ത്. വലിൽ ഇമാമിൽ ഹറമൈനി ഫി ശാമിൽ തഖ്സീമുൻ. അത് നല്ലൊരു വിഷയമാണ് പറഞ്ഞത്. ഇമാം ഹറമൈനിന്റെ പേരാണ് നമ്മൾ പറഞ്ഞത് ഇമാം അൽ ജുവൈനി കേട്ടോ. ഇമാം ഹറമൈനി എന്ന് പറഞ്ഞാൽ ഇമാം ജുവൈനിയാണ്, അബൂ മാലിൽ ജുവൈനി. ഹറമൈനി തങ്ങൾ കൊണ്ട് ഫി ഷാമിലി തന്റെ അഖീദന്റെ കിതാബാകുന്ന അഷാമിൽ എന്ന് പറയുന്ന കിതാബിലുണ്ട് തഖ്സീമുൽ മുകല്ലഫീന, മുകല്ലഫുകൾ ഒന്ന് ഐറ്റം തിരിച്ചിട്ടുണ്ട്. ഇല്ല അർബഅത്തി അഖ്സാമിൻ, 4 ഐറ്റത്തിലേക്ക് മുകല്ലഫുകൾ 4 തരത്തിലുണ്ട് എന്ന് നല്ലൊരു തഖ്സീം ആരെ നടത്തിയിട്ടുണ്ട്? ഇമാം ഹറമൈനി തങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് 4 ഇനാണല്ലോ മുകല്ലഫുകൾ 4 തരത്തിൽ. ഫമൻ ആശ ബഅദൽ ബുലൂഗി സമനൻ യസഉഹു ലിന്നദിരി വനദറ ലം യുഖ്തലഫ് ഫി സിഹത്തി ഈമാനിഹി. കേട്ടാ, ഒരാൾ പ്രായപൂർത്തിയത്തിന് ശേഷം ജീവിച്ചു. പ്രായപൂർത്തിയത്തിന് ശേഷമാണല്ലോ ഹുക്കുമുകളൊക്കെ ബാധകമാകുന്നത്, അല്ലേ? പ്രായപൂർത്തിയത്തിന് ശേഷമേ ഒരാൾക്ക് ഇസ്ലാമിക വിധി വിലക്കുകൾ ബാധകമാകുന്നുള്ളൂ. ലാ ഹുക്കുമ ഖബ്ല ശറഈ, ശറഈനുബ് ഹുക്കുമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ലാ തക്ലീഫ് എന്താണ് മുകല്ലഫിനോടല്ലാതെ കണ്ട് പ്രായപൂർത്തിയത്തിനോടല്ലാതെ കണ്ട് ഇസ്ലാമിന്റെ ശരീഅത്തുകൾ അതും ബാധകം തന്നെയല്ല. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ശറഈ ആൾക്ക് ബാധകമാകുന്നത് പ്രായപൂർത്തിയത്തിനോട് കൂടെയാണ്. അപ്പോൾ പ്രായപൂർത്തിയത്തിന് ശേഷം ഒരാൾ ജീവിച്ചു. ഫമൻ ആശ ബഅദൽ ബുലൂഗി സമനൻ, ഒരു കാലഘട്ടത്തിൽ ഒരു സമയം ജീവിച്ചു. യസഉ ഇവനക്ക് എന്താകുന്നതാണ്? ആ കാലഘട്ടം മതിയാകും, വിശാലമാകും. ഈ വ്യക്തിക്ക് എന്തിനും ചിന്തിക്കാൻ ആ സമയം മതിയായിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമയം പ്രായപൂർത്തിയത്തിന് ശേഷം ഒരാൾ ജീവിച്ചാൽ, എന്നിട്ട് വനല്ലറ അവന് ചിന്തിക്കുകയും ചെയ്ത്, ജീവിക്കുക എന്ന് മാത്രമല്ല വനല്ലറ അവന് ഈ പ്രപഞ്ചത്തിലും ഇവന്റെ സ്വന്തം ശരീരത്തിലും എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് അവന് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ, വനല്ലറ അറഫാന്നും കൂടി കൊടുക്കണം അവിടെ. വനല്ലറ ചിന്തിച്ച് എത്താതിരിക്കുന്നതിൽ ചിന്തിച്ച് അവൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ ലം യുഖ്തലഫു ഫീ സിഹത്തി ഈമാനി, ഇവന്റെ ഈമാൻ ശരിയാണ് എന്നുള്ളതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ഇത്തിഫാക്കാണ് വിഷയത്തിൽ. എന്താ പറഞ്ഞത്? പ്രായപൂർത്തി എത്തിയതിനു ശേഷം ചിന്തിക്കാനുള്ള സമയം ഒരാൾക്ക് ലഭിച്ചിട്ട് അയാൾ ചിന്തിക്കുകയും അള്ളാഹുവിനെ അയാൾ തെളിവ് സഹിതം മനസ്സിലാക്കുകയും ചെയ്താൽ അയാളുടെ ഈമാൻ ശരിയാണെന്നതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഒരൈറ്റം അങ്ങനെ. ഇനി രണ്ടാമത്തത് എന്താ? വൈലം യൻദുർ, അത് നോക്കിയോളൂ. വൈലം യൻദുർ ലം യുഖ്തലഫു ഫീ അദമി സിഹത്തി ഈമാനി. ഇനി ആൾ ചിന്തിച്ചിട്ടില്ല, ഇയാൾക്ക് പ്രായപൂർത്തിയത്തിന് ശേഷം സമയം ലഭിച്ചു. നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്കൊക്കെ പ്രായപൂർത്തിയത്തിന് ശേഷം നമ്മൾ ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചിന്തിക്കുക, എല്ലാവരും ചിന്തിക്കുക. വൈലം യൻദുർ, ഒരാൾ ചിന്തിച്ചിട്ടില്ല, പ്രായപൂർത്തി എത്തി, അയാൾക്ക് ചിന്തിക്കാനുള്ള സമയം ലഭിച്ചു, എന്നിട്ട് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ലം യുഖ്തലഫു ഫീ അദമി സിഹത്തി ഈമാനിഹി, അവൻ ഈമാൻ ശരിയാവില്ല എന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസമല്ല.
അപ്പോൾ രണ്ട് കാര്യത്തിൽ ഇത്തിഫാക്ക് ഏതാണ്? ഒരാൾക്ക് പ്രായപൂർത്തിയത്തിന് ശേഷം ചിന്തിക്കാൻ സമയം കിട്ടി, അവൻ ചിന്തിക്കുകയും അവൻ അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും ഒക്കെ വേണ്ടത് അവർക്കൊക്കെ നിർബന്ധമായ കാര്യം ചിന്തിച്ചിട്ട് അവൻ മനസ്സിലാക്കി അറിയുകയും ചെയ്താൽ അവൻ ഈമാൻ ശരിയാകും എന്നുള്ളതിൽ സംശയമില്ല. പിന്നെ മറ്റേ രണ്ടാമത്താണെങ്കിലോ, ഒരാൾക്ക് ഇതിനൊക്കെ സമയം കിട്ടിയിട്ട് അവൻ ചിന്തിച്ചതുമില്ല, അവൻ അങ്ങനെ അറിഞ്ഞതുമില്ലെങ്കിൽ അയാളുടെ ഈമാൻ ശരിയല്ല എന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ രണ്ടായിട്ട് അങ്ങനെ തന്നെ. ഇനി വമൻ ആശബാദഹു സമനൻ, ഇനി ഒരാൾ പ്രായപൂർത്തിയത്തിന് ശേഷം ജീവിച്ചു, സമനൻ ഒരു സമയം ജീവിച്ചു, ലാ യസഉഹു അൻ യദുറു, ഈ സമയം അവനിക്ക് ചിന്തിക്കാൻ മാത്രം വിശാലമായിട്ട് ലഭിച്ചിട്ടില്ല, ചിന്തിക്കാൻ മാത്രം ഉള്ള സമയം അയാൾക്ക് പ്രായപൂർത്തിയത്തിന് ശേഷം ലഭിച്ചിട്ടില്ല. അയാൾ ഏതോ ഒരു കുന്നിന് മുകളിലോ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയ ഉടനെ തന്നെ അയാൾ മരണപ്പെട്ടു പോയി. പ്രായപൂർത്തി എത്തിയ ഉടനെ തന്നെ അയാൾ മരണപ്പെട്ടു പോയി. പിന്നെ അപ്പോൾ കൂടുതൽ സമയം എന്തായിട്ടില്ല, കിട്ടിയിട്ടില്ല. കൂടുതൽ സമയമാക്കി ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷെ കുറഞ്ഞ സമയം കിട്ടിയിട്ടുണ്ടായി. പ്രായപൂർത്തിയത്തിന് ശേഷം കുറഞ്ഞ സമയം കിട്ടിയിട്ട് ആ സമയം അയാൾ നല്ല ഉപയോഗപ്പെടുത്തി ചിന്തിക്കുകയും ചെയ്ത്. അതാണ് ഈ പറയാൻ പോകുന്നത്. വമൻ ആശ ബഅദഹു, പ്രായപൂർത്തിയത്തിന് ശേഷം ഒരാൾ ജീവിച്ചു, സമനൻ ഒരു സമയം, ലാ യസഉഹു, ഈ സമയം അവനിക്ക് വിശാലമാവൂല, ലിനദരി എന്നല്ലേ സുഹൃത്തുക്കളെ, കിതാബിലൊക്കെ ഉള്ള എന്താ ലിനദരി, വമൻ ആശ ബഅദ സമനൻ ലാ യസഉഹു അൻ യദുറു, ലാ യസഉഹു അന്നദുറു തന്നെയുള്ളത്. ലാസഉന്നദുറു, ചിന്ത അവനിക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ചിന്തിക്കാൻ മാത്രമുള്ള സമയം ഒരാൾ ജീവിച്ചിട്ടില്ല പ്രായപൂർത്തിയത്തിന് ശേഷം. പക്ഷേ ശകല ദാലിക സമാനൽ യസീറ അതന്നെ. അപ്പൊ എന്താ പറഞ്ഞത്, ഒരാൾക്ക് പ്രായപൂർത്തിയത്തിന് ശേഷം കുറഞ്ഞ സമയം കിട്ടുള്ളൂ, വിശാലമായ നിലയ്ക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ആ കുറഞ്ഞ സമയം കിട്ടിയ സമയത്ത് അയാൾ എന്ത് ചിന്തിച്ചു, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ സൃഷ്ടികളെ കുറിച്ചും അവന്റെ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് അയാൾ ആ ഉള്ള സമയത്ത് അയാളുടെ ചിന്ത അയാൾ ഉപയോഗപ്പെടുത്തിയിട്ട് അയാൾ അങ്ങനെ മരണപ്പെട്ടു പോയാൽ അതാ വശകല ദാലിക സമാനൽ യസീറ, അയാൾ ആ കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തി, ബിമാ യഖ്ദിറു അലൈഹി, അവനിക്ക് കഴിയുന്ന രൂപത്തിൽ അവൻ ആ കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തി ചിന്തിച്ചാൽ, മിൻ ബഅദിനെതിരെ അല്പം ചിന്തിക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ട്. കുറഞ്ഞ ചിന്തക്ക് അയാൾ അതിന് സമയം കിട്ടി. ആ സമയം കിട്ടിയ സമയത്ത് അയാൾ അല്പം ചിന്തിക്കുകയും ചെയ്താൽ ലം യുഖ്തലഫി ഫി സിഹത്തി ഈമാനി, എന്നാൽ ഈ പറയപ്പെട്ട വ്യക്തിയുടെ ഈമാൻ ശരിയാണെന്നതിലും അഭിപ്രായ വ്യത്യാസമില്ല, ശരി തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ പ്രായപൂർത്തിയത്തിന് ശേഷം ചിന്തിക്കാൻ വിശാലമായ നിലയ്ക്ക് ചിന്തിക്കാൻ സമയം അയാൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, കുറഞ്ഞ സമയം മാത്രമേ ലഭിച്ചിട്ടുള്ളതെങ്കിലും അയാൾ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചിന്തിക്കുകയും അയാൾ അങ്ങനെ ആ ചിന്തക്കനുസരിച്ചുള്ള അറിവ് അയാൾക്ക് ഉണ്ടാവുകയും ചെയ്താലും അയാൾ ഈമാൻ ശരിയാണെന്നതിൽ അഭിപ്രായ വ്യത്യാസം എന്തുകൊണ്ട് അയാൾക്ക് സമയം കിട്ടിയിട്ടില്ല. കൂടുതൽ സമയം അയാൾക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ കുറഞ്ഞ സമയം അയാൾക്ക് ലഭിച്ചു, അയാൾ ചിന്തിച്ചു, അയാൾ ആ രൂപത്തിൽ ആ സമയത്ത് അവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനല്ല, അയാൾ ഈമാൻ ശരിയാണെന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ നിഷകാലിനെതിരെ ഇനിയതാ പറയാൻ പോകുന്നത്. ഇതിന്റെ നേരെ എതിര് മനസ്സിലായില്ലേ? വൈൻ ആറദ നിഷ്കാലിനെതിരി, അവന്റെ ചിന്ത ഉപയോഗപ്പെടുത്തുന്നതിനെ തൊട്ട് അവൻ തിരിഞ്ഞു കളഞ്ഞാൽ, വൈൻ ആറദ നിഷ്കാലിനെതിരി, അവന്റെ ചിന്ത ശുഗലാക്കുന്നതിൽ നിന്ന്, അവൻ ചിന്തയെ ഉപയോഗിക്കുന്നതിൽ അവൻ പിന്തിരിഞ്ഞു കളഞ്ഞു. ഫീമാ യസഉഹു ദാലിക സമനുൽ യസീർ, ആ കുറഞ്ഞ സമയത്ത് ഇവനിക്ക് വിശാലമാകുന്ന ഒന്നിൽ ചിന്തിക്കുന്നതിനെ തൊട്ടുകൊണ്ട് അവൻ പിന്തിരിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഉദാഹരണം പറയാം, ഒരാൾക്ക് പ്രായപൂർത്തിയത്തിന് ശേഷം 1-2 ദിവസം കിട്ടി, 1-2 ഒരു ഉദാഹരണം കേട്ടോ, 1-2 ആ ദിവസത്തിനുള്ളിൽ അയാൾ ചിന്തിക്കുകയും അയാൾ മനസ്സിലാക്കുകയും ചെയ്യാതെ കണ്ട് അയാൾ താന്തോന്നിയായി ജീവിച്ചു. എന്നാൽ ഫഫീ സിഹത്തി ഈമാനിഹി ഖൗലാനി, എന്നാൽ ഇയാളുടെ ഈമാൻ ശരിയാണോ എന്നുള്ളതിൽ രണ്ട് അഭിപ്രായമുണ്ട്. ആദ്യം പറഞ്ഞ അഭിപ്രായ വ്യത്യാസമല്ല കേട്ടോ. ഒരാൾ പ്രായപൂർത്തി എത്തിയിട്ട് ചിന്തിക്കാനുള്ളതായിരിക്കുന്ന അല്പസമയം കിട്ടിയിട്ടുണ്ട്, ആ സമയം ആൾ ഉപയോഗപ്പെടുത്തി ചിന്തിക്കുകയും ചെയ്ത് അയാൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഈമാൻ ശരിയാവുന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഈ പറഞ്ഞവൻ്റെ അങ്ങനെയല്ല. അവന് പ്രായപൂർത്തിയത്തിന് ശേഷം ചിന്തിക്കാനുള്ളതായിരിക്കുന്ന സമയം ലഭിച്ചിട്ട് അവൻ ചിന്ത ഉപയോഗപ്പെടുത്താതിരുന്നാൽ അവന്റെ ഈമാൻ ശരിയാണോ അല്ലേ എന്നുള്ള രണ്ട് അഭിപ്രായമുണ്ട്. അൽ അസഹു, ഏറ്റവും സ്വീകാര്യമായിരിക്കുന്ന അഭിപ്രായം അതും സിഹത്തി, അവന്റെ ഈമാൻ ശരിയല്ല എന്നുള്ളതാണ്. ചിലർ ഏറ്റവും സ്വീകാര്യം വെച്ചാൽ ഇതിന് നേരെ എതിരിലൊരു ബലപ്പെട്ട ഒരു അഭിപ്രായം പിന്നിലുള്ളത് കൊണ്ടാണ് അസഹ് പറയുന്നത്. അസഹിന്റെ എതിരിൽ നേരെ സഹി ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് മുസ്ലിത്തെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് അവന്റെ ഈമാൻ ശരിയാവില്ല എന്നല്ല. പക്ഷേ കൂത്തു ഞാൻ പറയുന്നു പോലെ അല്ല ഹാദ തഖ്സീമ ഫീമൻ ലാ ജസ്മ മാഹു ഫി അഖായിദുൽ ഈമാനി അസ്ലൻ വലോ ബി തഖ്രീദി, ഇങ്ങനെ കുറഞ്ഞ സമയത്ത് അവൻ തീരെ തന്നെ എന്ത് ചെയ്തിട്ടില്ല, ചിന്തിക്കുകയും ആ ചിന്തയിലൂടെ അവന് അള്ളാഹുവിനെ കണ്ടെത്താൻ, അള്ളാഹുവിന്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് സമയം ഉണ്ടായിട്ടും അവൻ അതിനെ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ഈമാൻ ശരിയാവില്ല. തഖ്രീദ തലക്കുള്ള ഈമാനും ഇല്ലാത്തവന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. കുൽത്തു എന്താ പറഞ്ഞത് മനസ്സിലായി? ഒന്നുകൂടെ അർത്ഥം വെച്ച് ചോദിച്ചാൽ വൈൻ അർദാ നിഷ്കാലിനെതിരി ഫീമ, അവന്റെ ചിന്ത ഉപയോഗിക്കുന്നതിന് തൊട്ടുകണ്ടവൻ തിരിഞ്ഞു കളഞ്ഞാൽ, ഫീമാ യസഉഹു ദാലിക സമാനുൽ യസീർ, അവനിക്ക് ലഭിച്ച കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ചിന്ത പ്രവർത്തികമാക്കുന്നതിന് തൊട്ടുകൊണ്ട് അവൻ തിരിഞ്ഞു കളഞ്ഞാൽ, ഫഫീ സിഹത്തി ഈമാനിഹി ഖൗലാനി, അവന്റെ ഈമാൻ ശരിയാവുന്നതിൽ രണ്ട് അഭിപ്രായമുണ്ട്. അൽ അസഹു, അസഹ അഭിപ്രായം അതും സിഹത്തി, അവന്റെ ഈമാൻ ശരിയാവില്ല എന്നാണ്. കുത്തു എന്നാൽ ഞാൻ പറയട്ടെ, മുസ്ലിം പറയാ, കുത്തു ഞാൻ പറയട്ടെ, വല അല്ല ഹാദ തഖ്സീമ, ഈ പറയപ്പെട്ട
പിന്നെ ഓഹരി ആയിരിക്കാം. ഏത് ഫീമൻ ഒരുത്തനെ കുറിച്ചായിരിക്കാം ലാ ജസ്മ മാഹൂഫി അഖായിദുൽ ഈമാനി, അവന് പിന്നെ ഈമാന്റെ വിഷയങ്ങളിൽ അഖീദപരമായ വിഷയത്തിൽ അവനക്ക് ഒരു ഉറപ്പില്ലാത്തതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. വലൂബി തഖ്ലീദ് കൊണ്ടെങ്കിലും തഖ്ലീദ് ചെയ്തിട്ടെങ്കിലും ഒരു ഉറപ്പുണ്ടാവുമല്ലോ. തഖ്ലീദ് മുഖല്ലിദിന് ഉറപ്പുണ്ടാവും, പക്ഷെ തെളിവുണ്ടാവില്ല എന്നുള്ളല്ലോ. അപ്പൊ തഖ്ലീദ് കൊണ്ടെങ്കിലും ഒരു ഉറപ്പ് ലഭിക്കാത്തതിനെ കുറിച്ചാണ് ഈ പറയപ്പെട്ടത് ഈ ലാസ്റ്റ് പറഞ്ഞതായിരിക്കുന്ന ഈ ഓഹരി. മനസ്സിലായില്ലേ? അപ്പോൾ അവന് പ്രായപൂർത്തിത്തിന് ശേഷം കുറഞ്ഞ സമയം ലഭിച്ചു. ആ സമയത്ത് അവന് പിന്നെ ചിന്തിക്കാനുള്ളതായിരിക്കും സമയം ലഭിച്ചിട്ട് പോലും അവന് പിന്നെ ആരെങ്കിലും കേട്ടിട്ടുള്ള വിശ്വാസം ഉണ്ടായിട്ടില്ല, അവൻ സ്വയം ചിന്തിച്ചിട്ടോ മനസ്സിലായതുമില്ല, എങ്കിൽ അവന്റെ ഈമാൻ ശരിയാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ചിന്തിക്കാൻ സമയം കിട്ടി, ആ സമയത്ത് അവൻ അല്പ സമയമാണെങ്കിൽ അത് ചിന്തിക്കുകയും അവൻ അറിയുകയും ചെയ്താൽ അവൻ ഈമാൻ ശരിയാവുന്നുള്ള അഭിപ്രായമല്ല. ആ സമയം കിട്ടിയിട്ട് അതിന് മുതലെടുക്കാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ തോന്നിയായി ജീവിച്ച് അങ്ങനെ മരിച്ചു പോയാൽ അവൻ ഈമാൻ ശരിയാവില്ല എന്നുള്ളതാണ് ഇവിടെ സഹിയാക്കിയതായിരിക്കുന്ന അഭിപ്രായം. മനസ്സിലായി? അവന് തഖ്ലീദ് നിലക്കുള്ള ഈമാനും കൂടി ഇല്ലാത്തവനാണ് ഈ പറഞ്ഞത്. തഖ്ലീദ് ഉണ്ടെങ്കിൽ പിന്നെ ഈമാൻ ശരിയാവും, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. എന്നാൽ പിന്നെ വദഹബ ഗൈറുൽ ജംഹൂരി, അതും കൂടി പറഞ്ഞിട്ട് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. 12:09 അല്ലേ? പോയില്ലയോ? ഈമാൻ ശരിയാവുന്നതിൽ ചിന്ത അതൊരു അവിഭാജ്യ ഘടകമേ അല്ല. കുറഞ്ഞ ആളുകൾ അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഒരു മഹാന്മാരെ കേട്ടോ, വലിയ മഹാന്മാരാണ് അഭിപ്രായക്കാരും. ആരൊക്കെ പറഞ്ഞത്? ഈമാൻ ശരിയാവുന്നതിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞല്ലോ, അത് ഷർത്ത് തന്നെയല്ല, അത് സുന്നത്തേ ഉള്ളൂ. അതെന്തല്ല ഷർത്തല്ല, അത് സുന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞവരാണ്. അതാരൊക്കെയാണ് പറഞ്ഞത്? ബൽ വലൈസ ബി വാജിബിൻ, ബൽ എന്നല്ല വലൈസ ബി വാജിബിൻ അസലൻ, അത് നിർബന്ധവുമല്ല. ഇത് ഈമാൻ ശരിയാവുന്നതിൽ ഒരാൾ ചിന്തിക്കുക എന്നത് ഇപ്പോൾ ഷർത്താണെന്ന് നമ്മൾ നേരത്തെ പറയാം. എന്നാലും അത് ഷർത്തില്ല എന്ന് മാത്രമല്ല, പിന്നെ ബൽ വലൈസ ബി വാജിബിൻ അസലൻ, അത് നിർബന്ധവുമില്ല ഷർത്തുമില്ല. പിന്നെ എന്താകുന്നു? വൈന്നമാഹുവ മിൻ ഷർത്തിൽ കമാലി, അതൊക്കെ പിന്നെ ഫഖത്ത് ഏത് മാത്രമേ ഉള്ളൂ, അത് പൂർണ്ണതയുടെ ഭാഗമാണ്. പരിപൂർണത കിട്ടാൻ അത് ഷർത്താ. വൈന്നമാഹുവ മിൻ ശുറൂത്തിൽ കമാലി ഫഖത്ത്, പരിപൂർണതയുടെ നിബന്ധനപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ചിന്ത ഇല്ലെങ്കിൽ അവൻ ഈമാൻ ശരിയാവില്ല എന്നും കുറ്റക്കാരനാകുമെന്നും കുറ്റക്കാരനാവോ ഇല്ലേ, അവന് ചിന്തിക്കാൻ സമയം കിട്ടിയാൽ ചിന്തിച്ചില്ലെങ്കിൽ കുറ്റക്കാരനാകും, സമയം കിട്ടിയിട്ട് സമയം കിട്ടിയിട്ട് ചിന്തിച്ചാൽ അവൻ ഈമാൻ ശരിയാവും, അവൻ പറയുന്നില്ല. സമയം കിട്ടി ചിന്തിക്കാതിരുന്നാൽ കുറ്റക്കാരനാവും, അവൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഈമാനെ അത് ഈമാന്റെ ഒരു ഷർത്താണ്, ഒന്നും പറയണ്ട. ഫഖത്ത് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം അറിയാം. അത് ഈമാൻ പരിപൂർണതക്ക് അത് ഷർത്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏത് പറയാൻ നിൽക്കേണ്ടതില്ല. അത് ഈമാൻ ശരിയാവുമെന്നോ ഇല്ലെന്നോ അല്ലെങ്കിൽ സമയം കിട്ടിയെന്നോ കിട്ടില്ല, അതൊന്നും നിങ്ങൾ പറയണ്ട. ചിന്തിക്കുക എന്നുള്ളത് എന്തല്ല, ഈമാൻ ശരിയാവുന്നതിൽ ഷർത്തല്ല, അതിന്റെ കമാലിന്റെ ഷർത്താവുന്നു, അത് പരിപൂർണതക്കാണ് അത് ആവശ്യമുള്ളത്. എന്നാൽ ഇതാണ് വഖദ് ഇഖ്താറ ഹാദൽ ഖൗല അശ്ശൈഖുൽ ആരിഫു ബില്ലാഹി അബി ജംറ ഇബ്നു അബി ജംറ വൽ ഇമാം അബൂ ഹാമിദ് ഗസാലി വൽ ഖുശൈരി ഇബ്നു റുഷ്ദിൻ വൽ ജമാഅത്തുൻ. കണ്ടോ, ഒരു നല്ലൊരു വിഭാഗം ഉലമാക്കൾ, മഹാന്മാരായിരിക്കുന്ന ആളുകൾ, മഹാഭൂരിപക്ഷം എവിടെ കൂടെ തന്നെയാണ്. ഒരു വ്യക്തി ചിന്തിക്കാൻ സമയം കിട്ടും, ചിന്തിച്ചില്ലെങ്കിൽ കുറ്റക്കാരനാകും. ചിന്തിക്കാൻ അർഹതയുള്ളവൻ ചിന്തിക്കുക തന്നെ വേണം, അതില്ലാത്തവൻ അത് ഉള്ളവൻ അത് ചിന്തിക്കാതെ കുറ്റക്കാരനും. എന്നാൽ ചിന്തിക്കുക എന്നുള്ളത് ഈമാന്റെ പരിപൂർണതയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ അഭിപ്രായത്തിനെ പിന്താങ്ങിയവരാണ് അഷേഖുൽ ആരിഫുൽ വലിയായ അള്ളാഹുവിന്റെ ആരിഫായ ഷെയ്ഖ് ഇബ്നു അബി ജംറ റഹിമഹുല്ല. അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്, പിന്നെ സഹീൽ ബുഖാരി ഇഖ്തിസാർ ചെയ്തുകൊണ്ട് ഒരു കിതാബ് മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. അതിന്റെ ഷർഹും തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ട് വലിയ ആലിമാണ് ഇബ്നു അബി ജംറ എന്നവർ. അതുപോലെ ഇമാം അബൂ ഹാമിദ് ഗസാലി നമ്മളൊക്കെ അധികം ആളുകൾ നമ്മളെ ഗസാലി എന്ന് പറഞ്ഞേക്കാം, ഗസാലി സാക്കി ശ്രദ്ധിച്ചുകൊണ്ട്, പക്ഷേ പിന്നെ ഗസാലി എന്നല്ല. സാധാരണ അറബികളൊക്കെ പറയുന്നത് കേട്ടത് നമ്മുടെ അഖീദന്റെ ഉലമാക്കളുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്താ അബൂ ഹാമിദ് അൽ ഗസാലി എന്നാണ് പറയുന്നത്. മനസ്സിലല്ലേ? ഗസാലി എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ നമ്മൾ ഗസാലി രണ്ട് ഡബിൾ ഇട്ട് എഴുതും, പക്ഷേ ഗസാലി എന്നാണ് അവരൊക്കെ പറയുന്നത് കേൾക്കുന്നത്. അവരുണ്ടായിക്കൊന്നും അറിയില്ല, ഏതായാലും കേട്ടത്തോടൊക്കെ ഗസാലി എന്ന് പറയുന്നത്. വലിയ ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളും ഇബ്നു അബി ജംറ തുടങ്ങിയതായിരിക്കുന്ന ആളുകളൊക്കെ ഈ ചിന്തിക്കുക എന്നുള്ളത് ഏതിന്റെ പരിപൂർണതയാണ്? അതിന്റെ പരിപൂർണതയുടെ ഷർത്താകുന്നു. അത് ഉണ്ടാവാനുള്ള അതിന്റെ അടിസ്ഥാന ഘടകമല്ല, പൂർണ്ണതക്കുള്ളതായിരിക്കുന്ന നിബന്ധനയാകുന്നു. ഇമാം ഖുശൈരി തങ്ങൾ, മനസ്സിലായില്ലേ? ഇമാം അൽ ഖുശൈരി ഇവരൊക്കെ തന്നെ വലിയ പിന്നെ സൂഫിയാക്കളും അതുപോലെ തന്നെ അഖീദന്റെ ഉലമാക്കളൊക്കെ തന്നെ. ഇബ്നു റുഷ്ദ് മനസ്സിലായില്ലേ? അന്തരിസിലെ വലിയ ഒരു അബുൽ വലീദ് ഇബ്നു റുഷ്ദ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പം അയാളും തന്നെ ഇമാം പിന്നെ പടിഞ്ഞാറൻ രാജ്യത്തെ ഏറ്റവും വലിയ അവിടുത്തെ ഗസാലിമാം ആരാ ചോദിച്ചാൽ ഇബ്നു റുഷ്ദാണ്. നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള അബൂ ഹാമിദ് ഗസാലിക്ക് പകരമായിട്ട് മഗ്രിബിലൊക്കെ എന്താണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള, അതായത് പിന്നെ അന്തലുസ് അതുപോലെ തന്നെ പിന്നെ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുക്കൽ ഇമാം ഗസാലി എന്ന് പറഞ്ഞാൽ അവർ ഇമാം ഗസാലിയുടെ സ്ഥാനത്തുള്ളത് ഇബ്നു റുഷ്ദാണ്. ഏതാട്ടെ. അപ്പം അബൂ ഹാമിദ് ഗസാലി, ഇബ്നു റുഷ്ദ്, ഖുശൈരി അതുപോലെ ഇബ്നു അബി ജംറ തുടങ്ങിയതായിരിക്കുന്ന മഹാന്മാരൊക്കെ തന്നെ പിന്നെ ഈ ചിന്തിക്കുക എന്നുള്ളത് ഒരാളുടെ ഈമാൻ ശരിയാവുന്നുള്ള ഘടകമേ അല്ല, അത് ഈമാന്റെ പൂർത്തീകരണത്തിന്റെ ഘടകമാകുന്നു എന്നാണ് പറയുന്നത്. വൽ ഹഖുല്ലദീ, എന്നാൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഒരു അഭിപ്രായം പറഞ്ഞ കൺഫ്യൂഷൻ ആവേണ്ട, മുസന്നിഫ് അവസാനം പറയാണ് വൽ ഹഖുല്ലദീ യദുല്ലു അലൈഹിൽ കിതാബു വസുന്ന, ഖുർആനും സുന്നത്തും വൽ ഹഖുല്ലദീ യദുല്ലു അലൈഹിൽ കിതാബു വസുന്ന, ഖുർആനും സുന്നത്തും ഒക്കെ അറിയിക്കുന്ന ഒരു സത്യമുണ്ട്. അതെന്താ? യാഥാർത്ഥ്യമുണ്ട്. വുജൂബുൻ നദരി സഹീഹി, ശരിയായ ചിന്ത നിർബന്ധമാണെന്ന്. ലാസ്റ്റ് ഫൈനലാട്ടോ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നതാണ്. ചില ആളുകൾ അങ്ങനെ അത് ഷർത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലർ ഷർത്താണെന്ന് പറഞ്ഞാലും ഖുർആനും ഹദീസും ഒക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ? വുജൂബുൻ നദരി സഹീഹി, ശരിയായ ചിന്ത നിർബന്ധമാണ്. അത് ഈമാൻ ശരിയാവാൻ ഷർത്താണോ അല്ലെന്ന് ചർച്ച നടക്കട്ടെ. രണ്ടിനും ഷർത്ത് എന്ന് പറയാൻ വേണ്ടി ഷർത്തല്ല എന്ന് പറയാൻ വേണ്ടില്ല, പക്ഷെ എന്ത് വേണം അവിടെ? ശരിയായ ചിന്ത
ഒരു മുസ്ലിമായ മനുഷ്യൻ പ്രായപൂർത്തിയെത്തിന് ശേഷം ശരിയായ ചിന്ത അവനിക്ക് ഉണ്ടാവൽ നിർബന്ധമാണ് എന്ന് അത് മുഖേന അവൻ അറിയുകയും കണ്ടെത്തുകയും വേണം. ചിന്തിക്കാൻ യോഗ്യനാണെങ്കിൽ, ചിന്തിക്കാൻ യോഗ്യതല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അവൻ്റെ ഈമാൻ ശരിയാവുന്ന പ്രാക്ടീസില്ലല്ലോ. അപ്പോൾ ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തി, അതിന് യോഗ്യതയുള്ള വ്യക്തി ശരിയായ നിലയ്ക്ക് ചിന്തിക്കണം. ആ ചിന്തിക്കാനുള്ള ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഖുർആനിലുണ്ട്. അല്ലാഹു തആല സൂറത്ത് ഇംറാനിലെ 90-91 ആയത്തിൽ പറഞ്ഞു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിൽ അൽബാബ് لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. തുടങ്ങിയ ഒരുപാട് وفي أنفسكم أفلا تبصرون إن في خلق السماوات والأرض واختلاف الليل والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء തുടങ്ങിയതായിരിക്കുന്ന അനവധി ആയത്തുകളും ഹദീസുകളൊക്കെ തന്നെ എന്താ പറയുന്നത്, ശരിയായ നിലക്കുള്ള ചിന്ത ഒരാൾക്ക് വേണം. അങ്ങനെ അറിഞ്ഞിട്ട് അള്ളാഹുവിനെ തെളിവ് സഹിതം മനസ്സിലാക്കൽ അയാളുടെ ഈമാനിന് ഘടകമാകുന്നു, അത്യാവശ്യമാകുന്നു എന്നുള്ളതാണ് ഹക്കായ ശരിയായ മാർഗം എന്ന് ബഹുമാനപ്പെട്ട മുസ്ലിം അവർ പറഞ്ഞുകൊണ്ട് ഇവിടെ അത് ആവശ്യം അവസാനിപ്പിച്ചു. ഇനി ഇതിന്റെ മറ്റൊരു അഭിപ്രായമാണ് ശേഷം പറയാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓതാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.